ഗുഡ് ഈവനിങ് എവരി വൺ. എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണോ സെഷനിലേക്ക് വരാൻ? റെഡിയാണോ? റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്തേ. താങ്ക് യു നജ്മ മാം. വേറെ ആരും റെഡിയല്ലേ? യെസ് 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 യെസ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. സോ അഗെയിൻ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. എല്ലാവരും ഇവിടെ ഒരു നല്ലൊരു സെഷന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും പോസ്റ്റർ കണ്ടിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് പോസ്റ്റർ കണ്ടപ്പോൾ മനസ്സിലായത്? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ആ പോസ്റ്റർ കണ്ടപ്പോൾ? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. എങ്ങനെ ചെറിയ പ്രായത്തിലെ ഒരു മണി ലിറ്ററസി ഉണ്ടാക്കാം എന്ന് പഠിക്കാൻ പറ്റുമോ എന്നറിയാനാണ് ഞാൻ വന്നത്. സൂപ്പർ സൂപ്പർ. വേറെ ആരെങ്കിലും? വേറെ ആർക്കെങ്കിലും? ഞാനും അതെ, നമ്മള് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നൊരു വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെന്താ വഴി ഉണ്ടോ നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനും വന്നത്. അമേസിങ് ഓഡിയൻസ്. ഇന്ന് എന്തായാലും പൊളി ഓഡിയൻസ് ആണ്. കറക്റ്റ് അറിയാം എന്തിനാണ്, പേർപ്പസോട് കൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. റെട്ടോറിയ എജു ഹബിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സെഷൻസ് ഇതുവരെ കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് മണി മാനേജ്മെന്റ്. നമ്മൾ സ്ത്രീകൾ പൊതുവേ പറയുന്ന ഒരു സംഭവം, എനിക്കതൊന്നും അറിഞ്ഞൂടാ ഫിനാൻഷ്യൽ, അയ്യോ ഇനി എന്തെങ്കിലും വന്നിട്ട് വേണ്ടേ, നമ്മൾ എന്ത് മാനേജ് ചെയ്യാനാണ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് നമ്മളുടെ ഉള്ളിൽ. നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് കൈവരിക്കണമെങ്കിൽ നമുക്ക് ഈ സാമ്പത്തിക സുസ്ഥിരത എന്നൊക്കെ പറയും, ലൈക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതൊക്കെ നമുക്ക് അറിയണം. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം പൈസയുടെ കാര്യത്തിൽ. അപ്പൊ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന നമ്മളുടെ ഗസ്റ്റ് ഈസ് എ ഫിനാൻസ് കോച്ച്, GST ഇൻകം ടാക്സ് കൺസൾട്ടന്റും കൂടിയായ മിസ്റ്റർ ബൈജു ഭാസ്കർ സാറാണ്. അദ്ദേഹം എൻ്റെ ജില്ലക്കാരനാണ്. കണ്ണൂർ ജില്ലയിലെ പെരുമ്പ സൈഡിലാണ് വീടൊക്കെ വച്ചിരിക്കുന്നത്. ബൈജു അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് സാറ് വളരെ സന്തോഷപൂർവ്വം പറഞ്ഞതാണ്, യെസ് ഐ എം റെഡി ടു കം ആൻഡ് ടേക്ക് എ സെഷൻ ഓൺ ദിസ് ടോപ്പിക്. സോ വി ആർ സോ ഹാപ്പി ആൻഡ് ഗ്ലാഡ് സർ. താങ്ക് യു സോ മച്ച് ഫോർ നമുക്ക് ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി വന്നതിന്. താങ്ക് യു സോ മച്ച്. അത് മാത്രമല്ല, ഈ ഒരു സെഷനിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യണം. ഇനി നമുക്ക് വെറുതെ ഇങ്ങനെ സമയം കളയണ്ട അല്ലേ, സംസാരിച്ച് വലിച്ചു നീട്ടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ സെഷനിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷപൂർവ്വം നമ്മളുടെ സാറിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കാം. ഓവർ ടു യു സർ. താങ്ക് യു ലൈല മാം. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഒരുപാട് സന്തോഷം. അതായത് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ കണ്ടുമുട്ടി ഇപ്പൊ നല്ല സുഹൃത്തുക്കളായി. താങ്ക് യു വെരി മച്ച്. ജി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അന്ന് പെരുമ്പേന്ന് കണ്ടുമുട്ടിയതാണ്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു അവസരം തന്നതിൽ. ഇവിടെ പറഞ്ഞ മണി മാനേജ്മെന്റ് ആണ് നമ്മളുടെ ഒരു ടോപ്പിക്. എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയേണ്ടത്, എന്താണ് പൈസേനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? പൈസ സമ്പാദിക്കുന്നത് നല്ലതാണോ അതോ മോശമാണോ? കാരണം ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടാകാം. കാരണം നമ്മളെ നാട്ടിൽ നിന്നൊക്കെ നമ്മളിപ്പോ പറയാറില്ലേ, ഇപ്പം ചില വലിയ പൈസക്കാരൊക്കെ കാണുമ്പോ അവരെങ്ങനെയാ പൈസ ഉണ്ടാക്കിയത് നമുക്കറിയാം. അതൊരു കുശിമ്പോ അസൂയോ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മളെ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് എനിക്ക് അറിയേണ്ടത്, ഒന്ന് രണ്ടാണെങ്കിൽ ഒന്ന് പറയണം. എന്താണ് പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റി മണി മാനേജ്മെന്റ്? നമ്മൾ നല്ലൊരു പൈസക്കാരനാകണം അല്ലെ കോടീശ്വരനാകുമ്പോൾ നല്ലതാണോ മോശമാണോ, എന്താണ് അഭിപ്രായം? അതൊന്ന് കിട്ടിയിട്ട് നമുക്ക് തുടങ്ങാം. വിത്തൗട്ട് മണി നോ ലൈഫ്. ഷാനി മാം ഓക്കെ, അൻസിറ നല്ലതാണ്, ഓക്കെ ഗുഡ്. അപ്പോ തീർച്ചയായിട്ടും അതായത് മണിയെ മാനേജ് ചെയ്യാൻ വേണ്ടി പഠിച്ചാൽ നമ്മൾ ഒരു 50% നമ്മളുടെ ലൈഫിൽ സക്സസ് ആയി എന്നാണ് പറയാറ്. അതായത് പൈസ നമ്മൾ മാനേജ് ചെയ്യാൻ, പൈസ ഉണ്ടാക്കലല്ല, ഇതൊരു മാനേജ് ചെയ്യലാണ് വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. കാരണം പിന്നെ ഇവിടെ പോയി എങ്ങനെ പോയി എന്നൊക്കെ ലാസ്റ്റ് ഇവിടെ നിന്നൊക്കെ പറഞ്ഞതുപോലെ ഇത് എവിടെയാ പോയി എന്നൊരു എത്തുംപിടിയുമില്ല എന്നൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് പറയാറ്. അപ്പൊ പൈസ ഉണ്ടാക്കലല്ല, അതിനെങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. കാരണം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകാം, ഒരു വർഷം മുമ്പൊക്കെ നമ്മളുടെ മുതുകാടിന്റെ അടുക്ക നമ്മുടെ യൂസഫ് അലി സാറ് വന്നിട്ട് പിന്നെ ഒരുപാട് പൈസ കൊടുക്കുന്നു. കാരണം മുതുകാട് സാർ തിരുവനന്തപുരത്ത് പല നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അപ്പൊ ആ കുട്ടികൾക്ക് യൂസഫ് അലി പറയുന്നു, ഞാൻ എല്ലാ വർഷവും 1 കോടി തരാം. ഇന്നിപ്പോ അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് പൈസ ഉള്ളതുകൊണ്ടല്ലേ.
കാരണം യൂസഫ് അലിക്ക് പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൊസൈറ്റിക്ക് സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അപ്പൊ പൈസ ഉണ്ടാകുമ്പോൾ നമുക്ക് മാത്രമല്ല സൊസൈറ്റിക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മളെടുക്ക പൈസ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ പൈസ ഉണ്ടാക്കൽ നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കും നന്നായിട്ട്. കാരണം സൊസൈറ്റിക്കും കൂടി നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പണം ഉണ്ടാക്കും. അപ്പൊ ഞാൻ ഒന്ന് എന്റെ PPT ഒന്ന് ഷെയർ ചെയ്യാണ്. ലലമ്മ ഓക്കെ അല്ലേ? കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ വരുന്നതേ ഉള്ളൂ സർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടുന്ന് ആരോ പറഞ്ഞു പിന്നെ ഈ പണം എവിടെയാന്ന് വെക്കുന്നത് അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞു. ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യനോട് നമുക്ക് ആരംഭിക്കാം. ഈ സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും രണ്ടും ഒന്നാണോ രണ്ടും രണ്ടാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സേവ് ചെയ്യലും ഇൻവെസ്റ്റ് ചെയ്യലും രണ്ടും ഒന്നാണോ? പണം സേവ് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ പണം ഇൻവെസ്റ്റ് ചെയ്യണോ? സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും രണ്ടും ഒന്നാണോ അല്ലെ രണ്ടും രണ്ടാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രണ്ടും രണ്ടാണ്. രണ്ടാണോ? രണ്ടാണ്. എന്താണ് രണ്ടിന്റെയും ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം? സേവിങ്സ് ഒരിക്കലും കൂടാനുള്ള ചാൻസസ് തരുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടാനുള്ള ചാൻസസ് കിട്ടുന്നുണ്ട്. ചാൻസ് ഉണ്ട്. അതെ, സേവിങ്സിന് എന്തില്ല, പക്ഷെ റിസ്ക്കും ഇല്ല അല്ലെ? ഇപ്പൊ എന്റെ SB അക്കൗണ്ടിൽ ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും കൊണ്ടുപോകൊന്നും പേടിക്കണ്ട, അല്ലെ കുറയൊന്നും പേടിക്കണ്ട, ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. പക്ഷെ ഇൻവെസ്റ്റ്മെന്റിന് എന്തുണ്ട്? റിസ്ക് ഉണ്ട് അല്ലെ? നമ്മൾ മ്യൂച്വൽ ഫണ്ട്, ഷെയർ മാർക്കറ്റ് അതിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടും, നമ്മുടെ പൈസ വളരും. പക്ഷെ അവിടെ ഒരു ചെറിയൊരു റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഇപ്പം പല ഇതും കേട്ടതാണ്, FD ബാങ്ക് FD ഇടുന്നാൽ വലിയ കാര്യമൊന്നുമില്ല, നഷ്ടമാണ് അല്ലെ, ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കുറഞ്ഞു പോവാണ്, കേട്ടില്ല അങ്ങനെയൊക്കെ. ഇപ്പം FD എന്നാലും നമ്മൾ എന്താ ചെയ്യാറ്? നമ്മള് ഒരു പൈസ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മറ്റുള്ളതൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ മാക്സിമം ഇന്നും എവിടത്തേക്ക് തന്നെയാണ് കൊണ്ടുപോയി ഇടാറ്? ബാങ്ക് FD തന്നെയാണ് അല്ലെ? FD നമ്മൾ എന്ത് അത് നഷ്ടമാണ്, അതിന് ഇൻട്രസ്റ്റ് ഒന്നും കുറവാണ് എന്ന് പറഞ്ഞാലും നമ്മൾ എന്താണ് ചെയ്യാറ്? അതിലേക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടിടാറ്. എന്തുകൊണ്ടാണ് ബാങ്ക് FD ഇന്ന് അത്രക്ക് ലാഭമൊന്നുമല്ല എന്ന് പറയാൻ കാരണം എന്താണ്? തോന്നിയിരുന്നോ ബാങ്ക് FD അത്രക്കും കാര്യമല്ല? അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് പറയാം. ഇൻഫ്ലേഷൻ എന്നുള്ളൊരു പോയിന്റ്. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, എനിക്കൊരു 1 lakh rupees എന്റെ കയ്യിലുണ്ട് എന്ന് കരുതിപ്പോ. എന്റെ അടുത്ത് ഒരു 1 lakh rupees ഉണ്ട്. ഞാൻ മലബാർ ഗോൾഡ് പോയിട്ട് ഞാൻ പറയുന്നത് എനിക്കൊരു 2 പവൻ സ്വർണം വേണമെന്ന് പറയുമ്പോൾ ഓക്കെ, എനിക്ക് 1 lakh rupees കിട്ടുന്നു. ഞാൻ കരുതുന്ന ഇന്ന് വാങ്ങുന്നില്ല, ഇന്ന് ഏതായാലും ഈ 1 ലക്ഷം റുപ്യ കൊണ്ടുപോയിട്ട് സിൻഡിക്കേറ്റ് ബാങ്കിലോ കനറ ബാങ്കിലോ സ്റ്റേറ്റ് ബാങ്കിലോ പോയിട്ട് FD ആക്കിയിട്ട് ഇടാം. അടുത്ത കൊല്ലം ഈ FD വിഡ്രോ ചെയ്തിട്ട് വാങ്ങാം എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു? കനറ ബാങ്ക് പോയിട്ട് ഈ 1 lakh മലബാറിൽ നിന്ന് ഇറങ്ങി ഞാൻ അടുത്തുള്ള കനറ ബാങ്ക് പോന്നു. കനറ ബാങ്കിൽ FD ആക്കി ഇടുന്നു. ഒരു നെക്സ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ FD പൊട്ടിച്ച് കിട്ടുമ്പോൾ എനിക്ക് 1,07,000 ഉള്ളൂ. ഞാൻ ഈ 1,07,000 എടുത്ത് ഞാൻ മലബാർ ഗോൾഡ് പോയിട്ട് പറയുന്നത്, അന്ന് ഞാൻ 1 കൊല്ലം മുമ്പ് നോക്കിയ 2 പവനില്ലേ, അത് ഒന്ന് വാങ്ങാനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞു. ഞാൻ 1,07,000 കൊടുക്കുമ്പോൾ മലബാർ പറയുന്നത് അതിപ്പോ 1,07,000 കിട്ടൂല, ആയി 1,10,000 അല്ലെ 12 എന്ന് പറയുന്നു. അപ്പൊ അന്ന് എനിക്ക് എന്റെ കയ്യിലുള്ള 1 ലക്ഷം രൂപേനെ കൊണ്ട് എനിക്ക് 2 പവൻ വാങ്ങാൻ പറ്റുമായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അതിന് പകരം ഞാൻ ബാങ്കിൽ ഇതേ ഫണ്ട്, ഞാൻ ഒന്നും അതിൻ്റെ അകത്ത് ഒരു ചായ പോലും കുടിക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ 1 lakh rupees കൊണ്ട് പോയിട്ട് കനറ ബാങ്ക് പോയി കൊണ്ടിട്ടു. കനറ ബാങ്ക് പോയി കൊണ്ടിട്ടതിന് ശേഷം അത് അപ്പാട് പിൻവലിച്ച് അതിൻ്റെ അകത്തുനിന്ന് ചായ പോലും കുടിക്കാണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് മലബാർ ഗോൾഡിൽ വന്നിട്ട് ഞാൻ പറയുന്ന എനിക്ക് ഞാൻ 1 കൊല്ലം മുമ്പ് നോക്കിയ സ്വർണ്ണമില്ല, മാല 2 പവന്റെ, അത് എനിക്കൊന്ന് വേണം എന്ന് പറയുമ്പോൾ ഞാൻ മാക്സിമം അന്നത്തെ 1 ലക്ഷം എൻ്റെ അടുക്ക് ഇപ്പൊ എത്ര ആയിട്ടുണ്ട്? 1,07,000 ആയിട്ടുണ്ട്. അപ്പൊ മലബാർ പറയുന്നു 1,07,000 അത് കിട്ടൂല, അതിന്റെ റേറ്റ് ഇപ്പൊ എത്ര ആയിട്ടുണ്ട്? ഒരു 1,12,000 ആയിട്ടുണ്ട്, അല്ലെ 1,10,000 ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്റെ ബാങ്കിലെ FD നഷ്ടത്തിലല്ലേ പോയത്? കാരണം അന്ന് എനിക്ക് വാങ്ങാൻ പറ്റിയ സാധനം, ഈ ഒരു ലക്ഷത്തിനെ കൊണ്ട് വാങ്ങാൻ പറ്റിയ സാധനം ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല? ആ 1 ലക്ഷം FD ആക്കി ഇട്ട് ഞാൻ വിഡ്രോ ചെയ്യുമ്പോൾ എനിക്ക് ഈ സാധനം വാങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ എനിക്ക് ആ 1 ലക്ഷത്തിന്റെ ബെനിഫിറ്റ് ഇപ്പൊ കിട്ടുന്നുണ്ടോ ആ പൈസനെ കൊണ്ട്? അപ്പൊ എന്റെ പൈസ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ആ പൈസ എന്താണ് ഉള്ളത്? നഷ്ടത്തിലാണ്. FD ഇതാന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഇന്ന് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റോറിയും കൂടി പറയാനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ടീച്ചറാണ്. അവൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, ബൈജു എപ്പോഴും ഞാൻ ആക്റ്റീവയില് 300 രൂപേന്റെ പെട്രോൾ അടിച്ചാൽ ആക്റ്റീവന്റെ ടാങ്ക് ഫുൾ ആകുമായിരുന്നു. ഇന്ന് ഞാൻ 340 രൂപക്ക് അടിച്ചപ്പോഴേ എന്തായിട്ടുള്ളൂ? ടാങ്ക് ഫുൾ ആയിട്ടുള്ളൂ.
അപ്പൊ അവക്ക് ഇപ്പം ലേഡീസിന് ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ ഉണ്ട്. മക്കള് വണ്ടിയൊക്കെ കൂടുതൽ പെട്രോളൊക്കെ കുറിച്ച് ഒരു സന്തോഷമാണ് അല്ലെ, മക്കള് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആ മക്കൾ ഇത്രയും ഭക്ഷണം കഴിച്ചു, ഹാപ്പിയാണ്. അതേപോലെ തന്നെ അവരുടെ വണ്ടി കൂടുതൽ പെട്രോള് ഇതായി എന്ന് പറഞ്ഞാല് അവര് ചിന്തിച്ചത് ആ ടാങ്ക് വലുതായോ എന്നുള്ളതായിരുന്നു. പക്ഷെ ആക്ച്വലി സംഭവിച്ചത് എന്താ, മോദിജി അന്ന് പെട്രോളിന്റെ വില കൂട്ടി വരുന്ന സമയമായിരുന്നു. അവിടെ ഒരു 6 മാസം മുമ്പാണ് ഫുള്ള് പെട്രോൾ അടിച്ചത്. അന്നത്തെ 300 ഇന്ന് എത്രയായി, 340 രൂപയായി. അപ്പൊ അന്ന് 300 രൂപക്ക് അടിക്കാൻ പറ്റുന്ന സാധനം പെട്രോള് ഇന്ന് എത്ര രൂപക്ക് അടിക്കാൻ പറ്റുന്നുള്ളൂ, 340 രൂപക്ക് അടിക്കാൻ പറ്റുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പർച്ചേസിങ് കപ്പാസിറ്റി അല്ലെ. പണ്ട് നമ്മളൊക്കെ സ്കൂൾ പോകുമ്പോൾ 30 പൈസയൊക്കെ കൊടുത്തിട്ട് പോക്ക്, ഇന്ന് 30 പൈസക്ക് എവിടെയെങ്കിലും ഉണ്ടോ, അതൊക്കെ റീപ്ലേസ് ആയി. അപ്പൊ അന്നത്തെ പൈസ പിന്നെ ഇന്ന് എത്ര, അതിനാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തണം. അതായത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന വിധത്തിൽ. ഇനി ഈ എക്സാമ്പിൾ തന്നെ ഞാൻ കനറ ബാങ്കിൽ 1 ലക്ഷം ഇടുന്നതിന് പകരം സപ്പോസ് ഞാൻ വല്ല മ്യൂച്വൽ ഫണ്ടിലുമാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കും. ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഞാൻ 1 lakh ഇൻവെസ്റ്റ് ചെയ്തത്. ഞാൻ 1 ലക്ഷം ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര കിട്ടി, 1,12,000 രൂപ കിട്ടി. അപ്പൊ എനിക്ക് മലബാർ ഗോൾഡ് എത്ര കൊടുത്താൽ മതി, 1,10,000 എനിക്ക് ആ സ്വർണം വാങ്ങി. അപ്പൊ 2,000 രൂപ എനിക്ക് എന്താണ് ലാഭമാണ്. ആ പൈസ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തു, എനിക്ക് എന്തുണ്ടായി, എനിക്ക് നേട്ടം ഉണ്ടായി എന്ന് പറയും. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമുക്ക് റിട്ടേൺ, അതായത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന വിധത്തിൽ. ഇൻഫ്ലേഷൻ ഇപ്പോൾ 6-7% പോകുന്നതെങ്കിൽ നമ്മളുടെ റിട്ടേൺ എന്ത് ചെയ്യണം, നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ കിട്ടുന്ന റിട്ടേൺ ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ നിക്ഷേപിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമ്മളുടെ പൈസയെ നമുക്ക് വളർത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇൻഫ്ലേഷൻ എന്നുള്ള ടേം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? നമ്മൾ പല പേപ്പറുകളിലൊക്കെ നമ്മൾ പിന്നെ കാണാറുണ്ട് ഇൻഫ്ലേഷൻ എന്നൊക്കെ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം. ഇന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ പേരന്റിങ്ങിന്റെ ക്ലാസ് പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ക്ലാസ് ആണ് ഫിനാൻഷ്യൽ ഫ്രീഡം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാല്? ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഭയങ്കര നമ്മൾ ഹോട്ട് ടോപ്പിക്. ഏത് ക്യാഷ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സമയം. താങ്ക് യു. ഓക്കെ, ഗുഡ്. താങ്ക് യു. ഗുഡ്, നല്ല ആൻസർ ആണ്. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം? നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് സ്വന്തം ചെലവാക്കാൻ നമ്മുടെ കയ്യിൽ ഒരു വരുമാനം ഉണ്ടാകണം. ഓക്കെ, താങ്ക് യു നജ്മ മാം, താങ്ക് യു വെരി മച്ച്. ഇപ്പൊ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാല് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. പിന്നെ അതായത് ഇന്ന് പിന്നെ എനിക്ക് ഒരു ചെലവ് എന്ന് പറയുന്നത് ഒരു 40,000 രൂപയാണ് എന്ന് കരുതും. ഓക്കെ, വലിയ ആർഭാടമൊന്നും ഇല്ല. എൻ്റെ ഒരു ചെലവ് 40,000 റുപ്പീസ് ആണെങ്കിൽ ഇന്ന് എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിലിടയ്ക്ക് ഞാൻ ഒരു ടേമിനെയും കൂടി ഞാൻ പരിചയപ്പെടുത്താം. പിന്നെ ആക്റ്റീവ് ഇൻകം, എന്നിട്ടാകുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകാം. ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം, 2 വിധത്തിലുള്ള ഇൻകം ആണ് നമുക്കുള്ളത്. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോയിട്ട് എനിക്ക് കിട്ടുന്ന വരുമാനം. അതായത് ഞാൻ ജോലിക്ക് പോയാൽ എന്ത് കിട്ടും, എനിക്ക് ഇൻകം ഉണ്ട്. ഞാൻ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ എന്തില്ല, വരുമാനമില്ല. അതായത് നമ്മൾ പിന്നെ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ലീവ് ഉണ്ടാവും അല്ലെ, ഒരു മാസത്തിൽ ഒരു ദിവസം ലീവ് എടുക്കാം എന്നൊക്കെ ചില ഓഫീസിൽ ഉണ്ടാകും. ലീവ് പോളിസിയിൽ നമ്മളൊരു 4-5 ദിവസം ലീവ് എടുത്ത് എന്ത് ചെയ്യും, ലോസ് ഓഫ് പേ, LOP എന്ന് പറഞ്ഞിട്ട് ലീവിന്റെ സാലറി കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഞാനൊരു പെയിന്റ് പണിക്കാരനാണെങ്കിൽ ഞാൻ പെയിന്റ് പണിക്ക് പോയാൽ എനിക്ക് എന്ത് കിട്ടും, പൈസ കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. അപ്പൊ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ ബിൽഡിംഗ് ഉണ്ട് എന്ന് വിചാരിക്കും, ഒരു 5-6 ബിൽഡിംഗ് ഉണ്ട്. അതെല്ലാം ഞാൻ വാടകയ്ക്ക് കൊടുത്തതാണെങ്കിൽ ഞാൻ അവിടെ പോകണമെന്നില്ല. അല്ല, ഡെയിലി ജോലിക്ക് പോകുന്ന പോലെ പോയി നോക്കണം, എനിക്ക് പിന്നെ വരുമാനം കിട്ടാൻ വേണ്ടി ഞാൻ പോയി നോക്കണമെന്നില്ല. ഞാൻ പോയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും, എനിക്ക് ആ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മാസം അവസാനമാകുമ്പോൾ ടെനന്റ് എന്ത് ചെയ്യുന്നു, എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പൊ ഖുശ്ബു മാഡം പറഞ്ഞതുപോലെ, അതായത് നമ്മൾ ഉറങ്ങുമ്പോഴും പൈസ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്കലി പ്രസന്റ് ചെയ്തിരിക്കണം, ആ ഓഫീസിൽ പോയിരിക്കണം, എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഞാൻ പണിക്ക് പോയിരിക്കണം, പണിക്ക് പോയാൽ എനിക്ക് പൈസ കിട്ടും. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടില്ലെങ്കിലും പൈസ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കൺസെപ്റ്റിനാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ പറയുമ്പോൾ ഇന്ന് എനിക്ക് ഒരു 42 വയസ്സുണ്ടെന്ന് കരുതൂ, 40,000 രൂപ എനിക്ക് ചെലവുണ്ട് എന്ന് കരുതും. എനിക്ക് ഒരു പക്ഷെ ഒരു 20 കൊല്ലം കൂടി എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമായിരിക്കും, ഓഫീസിലൊക്കെ പോയി ആക്റ്റീവ് ഇൻകം
ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. പക്ഷേ 20 വർഷത്തിന് ശേഷം നമ്മൾ ഈ ഫൈനാൻസിന്റെ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ബാക്കിയുള്ള ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ കുറെ കാലം ആരോഗ്യവാനായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ പറയും. ഫൈനാൻസിന്റെ ക്ലാസ് എടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കാലം ജീവിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ ഫ്രീഡം ഡിസ്കസ് ചെയ്യണം. കാരണം 62 വയസ്സ് വരെ എനിക്ക് ആക്റ്റീവ് ഇൻകം ഉണ്ട്. ആ ആക്റ്റീവ് ഇൻകം ഉള്ളത് വരെ എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല, അല്ലെ? എനിക്ക് വരുമാനമുണ്ട്, എനിക്ക് ചെലവുകൾ മീറ്റ് ചെയ്യാം. പക്ഷേ ഈ ആക്റ്റീവ് ഇൻകം ഇല്ലാത്ത സമയങ്ങളിൽ, അതായത് ഞാൻ 62 വയസ്സിന് ഞാൻ റിട്ടയർ ആയി, ഞാനൊരു 82 വയസ്സ് വരെ ജീവിക്കുന്നെന്ന് കരുതാം. ഇനി എനിക്ക് എന്തുണ്ട്? ഒരു 20 വർഷം കൂടി എനിക്ക് ജീവിക്കണം. ആ 20 വർഷം ജീവിക്കുമ്പോൾ എനിക്ക് എന്ത് വേണം? എനിക്ക് പൈസ വേണം. അപ്പൊ എനിക്ക് ജോലിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഇന്നത്തെ 42 വയസ്സ് മുതൽ 62 വയസ്സ് വരെ ഞാൻ എന്റെ ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് ഞാനൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സോഴ്സ് കണ്ടുപിടിക്കണം. ഇന്ന് 40,000 ഉണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇൻഫ്ലേഷൻ ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞാൽ ഈ 40,000 എത്ര ആയിട്ടുണ്ടാകും? ഒരു 1.5 ലക്ഷം അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാകാം. അപ്പൊ ഇന്നത്തെ 40,000 എന്ന് പറയുന്നത് അന്ന് ചിലപ്പോൾ 1 lakh 1.5 ലക്ഷം ഒക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇന്നേ ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്കൊരു 60 വയസ്സോ 62 വയസ്സൊക്കെ കഴിഞ്ഞ് എനിക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? എനിക്ക് അതിന്റെ പൈസ, അതായത് വേറെ പോയിട്ടൊന്നും ഇല്ലെങ്കിലും പാസീവ് ഇൻകം എനിക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ, കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ മുത്തശ്ശിമാർക്കൊന്നും ഇതിന്റെ വലിയ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെ? കാരണം അവർക്ക് എന്തുണ്ടായിരുന്നു? അവർക്ക് മക്കളൊക്കെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, മക്കളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അവർ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനൊന്നും ഇതേവരെ അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ ജനറേഷൻ നമുക്കറിയാം, മക്കളെടുത്തൊന്നുമില്ല, അവര് പുറത്തൊക്കെ ആയിരിക്കും. ഒരു കേക്കിന്റെ പീസൊക്കെ ചോദിച്ചാൽ പോലും മക്കൾക്ക് ഷെയർ ചെയ്യാൻ, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ ഷെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ എല്ലാം ന്യൂക്ലിയർ ഫാമിലി ഒക്കെ ആയപ്പോൾ ഒരു കേക്കിന്റെ പീസ് പോലും അപ്പുറം ഇപ്പുറം ഷെയർ ചെയ്യാൻ അവർക്ക് മടിയാണ്. അപ്പൊ മടി എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രോബ്ലമാണ്. ഷെയറിംഗ് ഒക്കെ അവരിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം, നമ്മളുടെ പൈസ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ പൈസ നിക്ഷേപിച്ചാൽ മാത്രമേ നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത കാലഘട്ടങ്ങളിൽ, അതായത് നമ്മൾ റിട്ടയർ ഒക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ ഈ പാസീവ് ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്തേ പറ്റൂ. ഇനി ഫൈനാൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് 2 ടൈപ്പുള്ള ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്, സേവറും സ്പെൻഡറും. സേവർ എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്കൊരു 100 രൂപ കിട്ടിയെന്ന് കരുത്, ഒരു 100 റുപ്പീസ് കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ അത് ആദ്യം ഒരു 60 രൂപ സേവ് ചെയ്തിട്ട് ബാക്കിയുള്ള 40 രൂപയാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ ഞാൻ സേവറാണ്. ഓക്കെ, എനിക്കൊരു 100 രൂപ കിട്ടി, ആ 100 രൂപയിൽ നിന്ന് ഞാൻ 60 രൂപ സേവ് ചെയ്ത് ബാക്കിയുള്ള 40 രൂപയാണ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സേവറാണ്. ഇനി സ്പെൻഡർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു 100 രൂപ കിട്ടി, ആദ്യം തന്നെ ഇതിനകത്ത് ചെലവാക്കി ഒരു 60 രൂപയൊക്കെ ചെലവാക്കി ബാക്കിയാണ് നമ്മൾ സേവ് ചെയ്തതെങ്കിൽ എന്നെ സ്പെൻഡർ എന്ന് വിളിക്കും. ഫൈനാൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഏതായിരിക്കും നല്ലത്? സേവർ ആയിരിക്കും നല്ലത്. നിങ്ങൾ ആരാണ്? സേവർ ആണോ സ്പെൻഡർ ആണോ? ഒന്ന് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾ സേവേഴ്സ് ആണോ സ്പെൻഡേഴ്സ് ആണോ? അതായത് പൈസ കിട്ടിയിട്ടാകുമ്പോൾ ആദ്യം നിങ്ങൾ സ്പെൻഡേഴ്സ് ആണ്. ഓക്കെ, ആദ്യം നമ്മൾ സേവ് ചെയ്തിട്ടാണോ സ്പെൻഡ് ചെയ്യുന്നത്? അപ്പൊ എല്ലാവരും സ്പെൻഡേഴ്സ് ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഏതിലേക്ക് മാറണം? സേവറിലേക്ക് മാറണം. ആദ്യം നമുക്ക് പൈസ കിട്ടി, നമ്മൾ ആദ്യം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും സേവിങ്ങിലും ഒക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ സേവർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അസറ്റ് ലാബിലിറ്റി, ഈ രണ്ടും കേട്ടിട്ടുണ്ടോ? ഇത് കൊമേഴ്സിന്റെ വലിയ ടെർമിനോളജി ഒന്നും നിങ്ങൾ അതിന്റെ പോയിന്റ് ഒന്നും പറയണ്ട. എന്താണ് അസറ്റ്, എന്താണ് ലാബിലിറ്റി? നമ്മൾ ഈ മണി മാനേജ്മെന്റിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടേംസുകൾ നമ്മൾ മനസ്സിലാക്കിയത് നല്ലതാണ്. അസറ്റ് എന്ന് പറഞ്ഞാല് ഈ റോബർട്ട് ടി കിയോസാക്കി എന്ന് പറയുന്ന റിച്ച് ഡാഡ് പുവർ ഡാഡ് എഴുതിയ വ്യക്തി, ആ പുസ്തകം റിച്ച് ഡാഡ് പുവർ ഡാഡ് വായിച്ചാരും കൊണ്ടോ? റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള ഒരു വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. ഫൈനാൻസിനെ പറ്റി, പേഴ്സണൽ ഫൈനാൻസിനെ പറ്റിയിട്ട് വളരെ ലളിതമായി പറയുന്ന ഒരു പുസ്തകമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. അതിൽ റോബർട്ട് ടി കിയോസാക്കി പറയുന്നുണ്ട്, അസറ്റ് എന്ന് പറഞ്ഞാല് വായിക്കുന്നു. ഓക്കെ, ഗുഡ്. പിന്നെ അസറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് പൈസ കൊണ്ടുതരുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? അസറ്റ് എന്ന് വിളിക്കാം. നമുക്ക്
പണം കൊണ്ടുതരുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം, അസറ്റ് എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്റെ അടുക്ക് ഒരു വീടുണ്ട്, അതായത് ഞാൻ താമസിക്കുന്ന വീടും അതിന് പുറമെ എനിക്കൊരു വീടും ഉണ്ട്. ആ പുറമെ ഉള്ള അഡീഷണൽ ആയ വീടിന്ന് എനിക്ക് വാടക കിട്ടുന്നുണ്ടെങ്കിൽ, എനിക്ക് റെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ വീട് എന്താണ്, എനിക്ക് പൈസ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ആ വീട് എന്ന് പറയുന്നത് എന്താണ്, അസറ്റ് ആണ്. അതായത് പൈസ എന്നിലേക്ക് കൊണ്ടുതരുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം, ആസ്തി എന്ന് വിളിക്കാം. ഇനി ലാബിലിറ്റി എന്ന് പറയുന്നത്, ബാധ്യത എന്ന് പറയുന്നത്, ഇപ്പം പിന്നെ ഖുഷ്ബു മാഡത്തിന് ഒരു വീടുണ്ട്, പിന്നെ അഡീഷണൽ ആയിട്ടുള്ള വീടുണ്ട്, അതിൽ മാഡത്തിന് വാടകയൊക്കെ കിട്ടുന്നു. അപ്പൊ ഞാൻ കരുതുന്നത് ഏതായാലും മാഡം 2 വീടൊക്കെ എടുത്ത് ഞാനും ഒരു വീടും കൂടി എടുക്കാം എന്ന് കരുതിയിട്ട് ഞാൻ ലോണൊക്കെ എടുത്ത് ഞാൻ വീട് എടുക്കുന്നു. ഇപ്പൊ സപ്പോസ് ആ ലോണിന് ഞാൻ മന്ത്ലി ഒരു EMI എന്ന് പറയുന്നത് ഒരു 20,000 രൂപ കൊടുക്കണം. പക്ഷെ അതിന് വാടക ആള് തന്നിട്ടുണ്ട്. പക്ഷെ വാടക എനിക്ക് അതിൽ 8,000 രൂപയെ കിട്ടുന്നുള്ളൂ, 20,000 രൂപ EMI കിട്ടുന്നുണ്ട്. ഖുഷ്ബു മാഡത്തിനെ സംബന്ധിച്ച് എന്താണ്, മാഡത്തിനെ സംബന്ധിച്ച് അഡീഷണൽ ആയിട്ടുള്ള ലോണൊന്നും എടുത്തിട്ടല്ല മാഡം വീടെടുത്തത്, മാഡത്തിന്റെ ഇടയ്ക്കുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്തു ഒരു വീടെടുത്തു. പിന്നെ ആ വീട്ടിൽ നിന്നാണ് മാഡത്തിന് എന്ത് കിട്ടുന്നത്, 8,000 റുപ്പീസ് റെന്റൽ ഇൻകം കിട്ടുന്നത്. മാഡത്തിനെ സംബന്ധിച്ച് ആ വീട് എന്ന് പറയുന്നത് അസറ്റ് ആണ്. കാരണം മാഡത്തിന് പൈസ ഇങ്ങോട്ടേക്ക് കൊണ്ടുതരുന്ന ഒരു സംഭവമാണ്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ലോണൊക്കെ എടുത്ത് വീടെടുത്തു, അതിന്റെ EMI തന്നെ എന്തുണ്ട്, 20,000 രൂപയുണ്ട്. അതിന്റെ വാടക എനിക്ക് എത്രയേ കിട്ടുന്നുള്ളൂ, 8,000 രൂപയെ കിട്ടുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് ആ വീട് അസറ്റ് ആണോ അല്ലെങ്കിൽ ലാബിലിറ്റി ആണോ? ലാബിലിറ്റി ആണ് അല്ലെ. കാരണം എനിക്ക് 20,000 ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പലരും പറയും അത് വീടല്ലേ, അത് അസറ്റ് അല്ലേ എന്ന് പറയുമ്പോൾ, ഇപ്പം ഖുഷ്ബു മാഡത്തിന് സപ്പോസ് ഈ വീട് ഉണ്ടാക്കാൻ 20 ലക്ഷമേ വന്നിട്ടുള്ളൂ എന്ന് കരുത്. ഞാൻ ഈ ലോണും ഇതെല്ലാം എടുത്തിട്ട് എനിക്ക് അതേ സെയിം വീട് ഉണ്ടാക്കാൻ എനിക്ക് എന്ത് വന്നിട്ടുണ്ടാകും, ഒരു 40 ലക്ഷം വന്നിട്ടുണ്ടാവും അല്ലെ. ഡബിൾ ഒക്കെ ആകുന്ന ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ ഡബിൾ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മിനിമം ഒരു 35 to 40 lakhs നമ്മളുടെ ചെലവ് വന്നിട്ടുണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ച് ആ വീട് എന്ന് പറയുന്നത് എനിക്ക് ബാധ്യതയാണ്, മാഡത്തിനെ സംബന്ധിച്ച് അസറ്റ് ആണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാനിത് പറയാനിവിടെ കാരണം, നമ്മൾ ചെലവാക്കുന്നത് നമ്മൾ അസറ്റ് കൂട്ടാനാണോ അല്ലെങ്കിൽ ബാധ്യതകൾ വരുത്തി വെക്കുന്നതിലാണോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പം ചിലവർക്കൊക്കെ അറിയാം, നമ്മൾക്കൊക്കെ ഇപ്പം ചിലപ്പോ കാറൊന്നും നമ്മൾ അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വീടും ഓഫീസൊക്കെ അടുത്തടുത്താണ്, എങ്കിലും വീട്ടിന്റെ അപ്പുറം ഇപ്പുറമുള്ളവർക്കൊക്കെ കാറുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലോണൊക്കെ എടുത്തിട്ട് കാറ് വാങ്ങും. ചിലപ്പോ ശരിക്കും പറഞ്ഞാല് ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ കാറിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അന്നിപ്പം പുറത്തുനിന്ന് ടാക്സി പിടിച്ചാലും ഒരു 2,000 റുപ്യൊക്കെ ആവുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 10,000 12,000 ഒക്കെ EMI അടച്ചിട്ട് കാർ എന്ത് ചെയ്യും, ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ വാങ്ങും. ഈ കാറ് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ബാധ്യതയാണ്. അപ്പൊ നമ്മൾ പൈസ ഉണ്ടായിട്ട് വാങ്ങുന്ന പോലെയല്ല, ലോണൊക്കെ എടുത്തിട്ട് വാങ്ങുന്നതിന്റെ ഇതാണ് പറയുന്നത്. പൈസ ഉണ്ട്, ഒരു കാർ വാങ്ങി വെക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പണമില്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോ മലയാളി പിന്നെ ജീവിതത്തിൽ സക്സസ് ആയോ എന്ന് ചോദിക്കുമ്പോൾ അവന് നല്ലൊരു വീടും കാറും ഉണ്ടെങ്കിൽ എന്തായി, പട്ടിണിയാണെങ്കിലും സക്സസ് ആയി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലെ. അപ്പൊ നമ്മൾ വലിയ ലോണൊക്കെ എടുത്ത് നമ്മൾ കാറൊക്കെ വാങ്ങും, ആവശ്യം ഉണ്ടാവില്ല, അതിന്റെ EMI അടച്ച് ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചും ഇതിന്റെ EMI അടക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ അസറ്റിലാണോ, അസറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അസറ്റ് ഡെവലപ്പ് ചെയ്യാനാണോ നമ്മളുടെ പൈസയെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ബാധ്യതകളെ നമ്മൾ കൂട്ടാനാണോ നമ്മൾ പൈസ ഉപയോഗിക്കുന്നുള്ളത് നോക്കണം. അപ്പൊ നമ്മൾ ഏതിലേക്ക് ഫോക്കസ് ചെയ്യണം, അസറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം. അസറ്റ് കോൺട്രിബ്യൂഷനിലേക്ക്, അസറ്റ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യണം. അല്ലാണ്ട് ഒരുപാട് ബാധ്യതകൾ, എല്ലാറ്റിനും ലോണും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ലോൺ എടുത്ത് അതിന്റെ EMI അടക്കുന്നതിന് പകരം നമുക്ക് ആവശ്യമുള്ള മാത്രം ചെയ്ത് നമ്മൾ അസറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മള് പലപ്പോഴും നമ്മൾ മലയാളീസിന്റെ ഒരു ഇതാണ്, സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്താ ഖുഷ്ബു മാം പറയാ, നജ്മ മാം സുഖമാണോ, ഇപ്പൊ എങ്ങനെയുണ്ട്, പിന്നെ സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ആൻസർ പറയാറ്? ഞാൻ നിങ്ങളൊക്കെയാണ് കാണുന്നത് പേരെങ്കിലും, അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത് കേട്ടോ. എന്താ നമ്മൾ പറയാറ്? ഇപ്പൊ ഞാൻ പറയും വളരെ ഹാപ്പി ആണെന്ന്, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നായിരുന്നു പറഞ്ഞത്. ഓക്കെ, നജ്മ മാഡം എന്താ പറയാ, കുഴപ്പമില്ലെന്നാണോ? അല്ല, ഞാന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ലതെന്ന് പറയും. പക്ഷെ പൊതുവെ എല്ലാരും പറയാം അങ്ങനെ പോകുന്നു, അങ്ങനെയാണ് പറയാ. അങ്ങനെ നമ്മളെ പഠിപ്പിച്ചല്ലേ. ഈ പൈസ ഉണ്ടോന്ന് വെച്ചാൽ എന്താ പറയാ, നജ്മ പിന്നെ ഒരു ഫ്രണ്ട് ചോദിക്കുന്നത്, നജ്മ ഒരു 1000 രൂപ നിനക്ക് എങ്ങനെയുണ്ട്, ഇപ്പൊ എന്താ പറയാ, പൈസ ഉണ്ടോ, എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും പറഞ്ഞു ഹാപ്പിയാണ്, സന്തോഷാണ് എന്നൊക്കെ പറയുന്നത്. ഖുഷ്ബു മാഡത്തോട് പറയുന്നത്, മാഡം എന്തുണ്ട്, പൈസ ഒക്കെ ഉണ്ടോ ഇപ്പൊ, എന്ത് പറയും മാഡം? അങ്ങനെ കൊടുക്കാനില്ലാന്ന് പറയും. ഓക്കെ, ഖുഷ്ബു മാഡം ഉണ്ടെന്ന് പറയാം. തെറ്റില്ല, അതിപ്പോ കിട്ടുന്നത് ഇങ്ങനെ
ചെലവായിട്ട് ചെലവായി. പോകുന്നത്. ഓക്കെ, നമ്മളെ ഫാമിലി അപ്പൊ പ്രത്യേകിച്ച് കണ്ണൂരൊക്കെ പിന്നെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ പഠിപ്പിച്ചത് ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, മോനെ ആരെങ്കിലും പൈസന്റെ കാര്യം ചോദിച്ചാൽ ദാരിദ്ര്യം പറഞ്ഞാൽ മതി, ഭയങ്കര ദാരിദ്ര്യം, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോന്ന് അല്ലെ, പിന്നെ ഇല്ല ഇതൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ ആയിട്ട് പോന്ന് എന്ന് പറയും. പക്ഷെ പലപ്പോൾ നമുക്ക് പേടിയാണ്, നമുക്കിപ്പോ പിന്നെ പണക്കാരനാണ് അല്ലെങ്കിൽ പൈസ ഉണ്ട്, മോശമില്ല, വളരെ മനോഹരമായിട്ട് ജീവിതം പോകുന്നു എന്നൊക്കെ പറയുമ്പോ നമുക്ക് പേടി, നമ്മളെ കണ്ടുകൊള്ളൂ എന്നുള്ളൊരു പേടിയുണ്ട് അല്ലെ. ചങ്ങായിയൊക്കെ നമുക്ക് പൈസ ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര സംഭവം എന്നൊക്കെ പറയുമ്പോ ഇവൻ ഇനി കണ്ണുകൊണ്ടിട്ട് എന്റെ പൈസയൊക്കെ ബാങ്കിലെ പൈസയൊക്കെ തീരുവോ എന്നുള്ള ഭയത്തോടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിന്നെ പൈസ ഉണ്ടോന്ന് വെച്ചാല് ഇങ്ങനെ തട്ടിമുട്ടി ജീവിക്കാൻ വേണ്ടി പോകുന്നു, വാടകയും അതൊക്കെ കഴിഞ്ഞാല് കൈമിലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് ദാരിദ്ര്യം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ അങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചത്. പിന്നെ സുഖമാണോ എന്ന് ചോദിച്ചാൽ അല്ല നജ്മ, അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാരും ഇല്ലെങ്കിലും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് കാണിക്കുന്നവരോട് നജ്മാമയുടെ ഒരു 5000 രൂപ കടം തരും എന്ന് ചോദിച്ചു നോക്കട്ടെ, അപ്പൊ ദാരിദ്ര്യം പറയും. പിന്നെ അയ്യോ 5000 എന്താ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദാരിദ്ര്യം പറയും. അപ്പൊ നമുക്ക് പൊതുവെ ദാരിദ്ര്യം പറയാനാണ് നമുക്ക് താല്പര്യം കൂടുതൽ. അതേപോലെ തന്നെ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും, നമ്മളിപ്പോ അസറ്റിലേക്ക് ഇടണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ നമ്മളെ മക്കളോട് എന്താണ് പറയാറ്, മോനെ അച്ഛന് അഥവാ ജോലി എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാല് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൂക്കേടോ ഹോസ്പിറ്റൽ ചിലവോ എന്തെങ്കിലും വരുമ്പോ നമുക്ക് പൈസ വേണ്ടേ എന്നൊക്കെയാണ് നമ്മൾ പറയാറ് അല്ലെ. നമ്മളെപ്പോഴും പൈസയെ നമ്മൾ ഏതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാറ്, നെഗറ്റീവ് ഫീലിംഗുമായിട്ടാണ് കണക്ട് ചെയ്യുക അല്ലെ. പിന്നെ അതാ അച്ഛന് ജോലി നഷ്ടപ്പെട്ടാൽ, ഇപ്പൊ കോവിഡിനൊക്കെ ശേഷം പ്രൈവറ്റ് കമ്പനിയിലൊക്കെ പോയാൽ പറയും നാളെ മുതൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ എന്തായി, ജോലി പോയി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ജോലി നഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കണ്ടേ, അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയും. അല്ലെങ്കിൽ വല്ല സൂക്കേടുകളും ഒക്കെ വന്നാല്, ഇപ്പൊ കണ്ണൂരൊക്കെ ഒരുപാട് ഹോസ്പിറ്റലുകളൊക്കെ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അറിയാം നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണ് പോകുന്നത്, നമ്മുടെ ഭക്ഷണം. അപ്പൊ എന്തെങ്കിലും സൂക്കേടുകളൊക്കെ വന്ന് നമുക്ക് പൈസ വേണ്ടേ, അതിനുവേണ്ടി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്ന് പറയും. അപ്പൊ നമ്മളെപ്പോഴും പൈസയെ നമ്മൾ കണക്ട് ചെയ്യാറ് നെഗറ്റീവ് ഫീലിംഗുമായിട്ടാണ് അല്ലെ. ഒരിക്കലും പറയാറില്ല ഓണത്തിന് നമുക്ക് നമ്മളെ അടിപൊളിയാക്കാനോ അല്ലെങ്കിൽ പെരുന്നാളിന് അടിപൊളിയാക്കണോ ക്രിസ്മസിന് അടിപൊളിയാക്കാനോ ഒന്നും നമ്മൾ പറയാറില്ല. നമ്മളെപ്പോഴും പൈസയെ പറയാറ് ഒരു നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ താല്പര്യം. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം. അങ്ങനെയല്ലേ പറയാറ്? പൈസ എപ്പോഴും ഒരു നെഗറ്റീവ് ഫീലിംഗ്. അപ്പൊ അതിന് പകരം നമ്മളെപ്പോഴും പൈസ ഒരു പോസിറ്റീവിലേക്ക് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, അതായത് പിന്നെ ഇപ്പം സുഖമാണോ എന്ന് ചോദിച്ചാല് ഇന്ന് മുതൽ ഒരു മാസത്തേക്കെങ്കിലും സംസാരിക്കണം. പിന്നെ സുഖമാണോ എന്ന് വെച്ചാൽ വളരെ ഗംഭീരമായിരിക്കുന്നു, വളരെ മനോഹരമായിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഒക്കെ ക്ലാസ് കേട്ടതായിരിക്കും. ഗ്രാജ്വലി നമ്മളിൽ എന്ത് സംഭവിക്കും, നല്ല നല്ല കാര്യങ്ങൾ, മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ എങ്ങനെയുണ്ട്, പണമൊക്കെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ നന്നായിരിക്കുന്നു, സമൃദ്ധമായിരിക്കുന്നു എന്നൊക്കെ നമ്മളൊന്ന് പറയാൻ സ്റ്റാർട്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത്, കടം ചോദിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. പക്ഷെ പലരും പറയാറ് അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും, പൈസ ഒരു 5000 രൂപ തരുമോ 10,000 രൂപ തരുമോ എന്നുള്ള ചോദ്യം അടുത്തത് വരും എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഇനി ഇതാണ് റിച്ച് ഡാഡ് പുവർ ഡാഡില് റോബർട്ട് ടി കിയോസാക്കി 4 ടൈപ്പ് ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് എംപ്ലോയി, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. എംപ്ലോയി എന്ന് പറഞ്ഞാൽ സാലറി കിട്ടുന്ന നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകണം, ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട്, നമുക്ക് മന്ത്ലി പേയ്മെന്റ് കിട്ടും. സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അഡ്വക്കേറ്റ്, പിന്നെ ഡോക്ടേഴ്സ്, അതേപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ, ഇവരൊക്കെ സെൽഫ് എംപ്ലോയിഡ് ആണ്. ഇവർക്കൊന്നും ബോസ് ഇല്ല, ഇവരെ ഓഫീസിൽ പോകുന്നു, തുറക്കുന്നു, ഇവർക്ക് വേണ്ട 2-3 സ്റ്റാഫ് ഉണ്ടാകും, ഇവരുള്ളത് കൊണ്ട് ആ ഓഫീസ് വർക്ക് ആകുന്നു എന്നുള്ള കൺസെപ്റ്റ് സെൽഫ് എംപ്ലോയിഡ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ആൾക്കാർ വർക്ക് ചെയ്യും, നമ്മൾ അവിടെ പോകണമെന്നൊന്നുമില്ല അല്ലെ. ഇപ്പം റിലയൻസിൽ മുകേഷ് അംബാനി, റിലയൻസിന്റെ എല്ലാ ഷോപ്പിലും മുകേഷ് അംബാനിക്ക് പോകാനൊന്നും പറ്റില്ല. ഇപ്പൊ റിലയൻസ്, അപ്പൊ അങ്ങനെ നമ്മൾ പോയിട്ടില്ല എങ്കിലും നമുക്ക് വേണ്ടി ആൾക്കാർ വർക്ക് ചെയ്യുന്നതാണ് ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല് പണം നമുക്ക് വേണ്ടി, ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ്, അവിടെയൊക്കെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഇങ്ങനെയുള്ള ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുമ്പോൾ പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഇങ്ങനെ 4 ടൈപ്പ് ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് എംപ്ലോയി, 2 സെൽഫ് എംപ്ലോയിഡ്, 3 ബിസിനസ്സുകാർ, 4 ഇൻവെസ്റ്റേഴ്സ്. ഇതില് നിങ്ങൾക്ക് ആരാകണം? എംപ്ലോയി ആകണോ, സെൽഫ് എംപ്ലോയി ആകണോ, ബിസിനസ് ഓണർ ആകണോ, അല്ലെ ഇൻവെസ്റ്റേഴ്സ് ആകണോ? ആരാണ് ആകേണ്ടത്? എന്താണ് ആഗ്രഹം? ഇൻവെസ്റ്റേഴ്സ് ആകണം. ഓക്കെ, ഗുഡ്. വേറെ എംപ്ലോയി ആയാൽ മതിയോ? ബിസിനസ് ഓണർ ആകണം. ആക്ച്വലി ഈ ബിസിനസ് ഓണറും ഇൻവെസ്റ്റേഴ്സും ഇത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഇതില്
ഇതിൽ തന്നെ റോബർട്ട് ടി കിയോസാക്കി പറഞ്ഞ ഒരു കാര്യമുണ്ട്. സാലറിക്കാർ എംപ്ലോയി ഇൻകത്തിന്റെ മേലെ ടാക്സ് കൊടുക്കുമ്പോൾ ബിസിനസ്സുകാർ പ്രോഫിറ്റിന്റെ മേലെയാണ് ടാക്സ് കൊടുക്കുന്നത് എന്നുള്ളത്. അതിന്റെ ഡിഫറൻസ് എന്താണ്? അതായത് എംപ്ലോയി, ഒരു സാലറിക്കാരൻ ഇൻകത്തിന്റെ മേലെയാണ് ടാക്സ് കൊടുക്കുന്നത്, ഓക്കെ, ഇൻകം ടാക്സ്. ബിസിനസ് ഓണർ എന്താണ് ചെയ്യുന്നത്? പ്രോഫിറ്റിന്റെ മേലെയാണ് ടാക്സ് കൊടുക്കുന്നത്. ഇതിന്റെ ഡിഫറൻസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സാലറി നമ്മളുടെ ഇൻകത്തിന്റെ മേലെ ടാക്സ് കൊടുക്കുന്നു, ബിസിനസ് ഓണേഴ്സ് അവരുടെ പ്രോഫിറ്റിന്റെ മേലെയാണ് ടാക്സ് കൊടുക്കുന്നത്. അതാണ് നമ്മൾ എന്തുകൊണ്ട് ബിസിനസ്സുകാരനാകണം എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ്. തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. 80/20. ഏത് 80/20 അതാണോ പ്രോഫിറ്റ്? അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഇതില് കിയോസാക്കി പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് ബിസിനസ് ഓണർ ആകണം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ബിസിനസ് ഓണറും ഇൻവെസ്റ്ററും ആകണം എന്ന് പറയുന്നതിൽ കിയോസാക്കി പറയുന്നത് സാലറിക്കാരൻ എന്തിനാണ് ടാക്സ് കൊടുക്കുന്നത്? അവന്റെ ഇൻകത്തിനാണ് ടാക്സ് കൊടുക്കുന്നത്. ഓക്കെ, ബിസിനസ് ഓണർ ഏതിനാണ് ടാക്സ് കൊടുക്കുന്നത്? ഇൻകം ടാക്സ് കൊടുക്കുന്നത് പ്രോഫിറ്റിനാണ് ടാക്സ് കൊടുക്കുന്നത്, ഇൻകത്തിനല്ല, പ്രോഫിറ്റിനാണ് ടാക്സ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കിയോസാക്കി പറയുന്നത് നിങ്ങൾ എന്താവണം? ബിസിനസ് ഓണർ ആകണം എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്? ഇൻകത്തിന് ടാക്സ് കൊടുക്കുന്നതും പ്രോഫിറ്റിന് ടാക്സ് കൊടുക്കുന്നതും അതിന്റെ ഡിഫറൻസ് എന്താണ്? ആരെങ്കിലും പറയാം? സാലറീസ് റെഡ്യൂസ് പോകുന്നതാണ് ഇൻകം ടാക്സ്, അതിന്നൊരു ഭാഗം പോവല്ലേ? അതെ അതെ. അതിന്റെ ഒരു കറക്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഒരാൾക്ക് ഒരു സാലറിക്കാരനാണെന്ന് വിചാരിക്കും. ഇപ്പൊ അയാൾക്ക് 6 ലക്ഷം റുപ്യ സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? 6 ലക്ഷത്തിന് ടാക്സ് കൊടുക്കണം. ഓക്കെ, ഇനി ഇതൊരു ബിസിനസ്സുകാരനാണ് 6 ലക്ഷം കിട്ടിയെന്ന് വിചാരിക്കുക. അവനെന്ത് ചെയ്യാം? അവന് ചെലവ് കാണിക്കാം. ഓക്കെ, അവന് ഓഫീസിൻ്റെത്, സ്റ്റാഫിന് സാലറി കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെലവ് കാണിച്ചിട്ട് ഇപ്പൊ അവന്റെ ചെലവൊക്കെ കഴിഞ്ഞിട്ട് അവന് ഈ 6 ലക്ഷം, രണ്ടാൾക്കും 6 ലക്ഷം കിട്ടുന്നത്. ഒരാള് 6 ലക്ഷത്തിന് ടാക്സ് കൊടുക്കുന്നു, മറ്റേ ബിസിനസ്സുകാരൻ എന്ത് ചെയ്യുന്നു? ഈ 6 ലക്ഷത്തിന് അവന്റെ ചെലവുകളൊക്കെ കാണിച്ച് 2 ലക്ഷമാണ് അവന്റെ പ്രോഫിറ്റ് എങ്കിൽ ഈ 2 ലക്ഷത്തിന് എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ സാലറിക്ക് ടാക്സ് കൊടുക്കുമ്പോൾ ബിസിനസ് ഓണർ എന്ത് ചെയ്യുന്നുള്ളൂ? അവന്റെ ഇൻകത്തിന് അവന്റെ ചെലവുകളൊക്കെ കഴിച്ച് ബാക്കിയുള്ള പ്രോഫിറ്റിന് മാത്രമേ എന്ത് കൊടുക്കുന്നുള്ളൂ? ടാക്സ് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ചെലവുകളൊക്കെ കുറെയൊക്കെ ബിസിനസിന്റെ ചെലവിലേക്ക് കൂട്ടാൻ പറ്റൂലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിക്കൽ ബിസിനസ്സിലേക്കോ ഇൻവെസ്റ്റേഴ്സിലേക്കോ പോകണം എന്നാണ് കിയോസാക്കി പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിനോ അത്? ആ ടേം ക്ലിയർ ആയിനോ? ഖുശ്ബു മാം, സീനത്ത് മാം ഓക്കെ ആണോ? യെസ് സർ. ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഇനി കണ്ടിജന്റ് ഫണ്ട്, നമ്മൾ ഫൈനാൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇപ്പൊ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ കോവിഡ് ഒക്കെ വന്നതിന് ശേഷം പലരുടെയും ജോലിയൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ട് പിന്നെ നമുക്കറിയില്ല നാളെ ഈ ജോലി ഉണ്ടാവും ഇല്ലയോ എന്നുള്ളതെല്ലാം വളരെ അരക്ഷിതാവസ്ഥയാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു 6 മാസത്തെ, നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 40,000 രൂപയാണ് പിന്നെ എന്റെ ഒരു മാസത്തെ ചെലവെങ്കിൽ മിനിമം ഒരു 6 മാസത്തെ ചെലവിന്റെ ഫണ്ടെങ്കിലും ഞാൻ മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മകന്റെ ട്യൂഷൻ ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും, പിന്നെ വാടക കൊടുക്കേണ്ടി വരും, മറ്റുള്ള വീട്ടിലെ ചെലവ് ഉണ്ടാകും, അതൊക്കെ ഉണ്ടാകും അല്ലെ? ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെലവുകളൊക്കെ അങ്ങനെയുണ്ടാവും. പെട്ടെന്ന് നമുക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എടുക്കുക ഒരു 6 മാസമെങ്കിലും, മിനിമം ഒരു 3 മാസമെങ്കിലും വേണം കേട്ടോ. അപ്പൊ ഒരു 3 മാസം നമുക്ക് ആ ജോലി കണ്ടുപിടിക്കേണ്ട ഒരു ടൈമൊക്കെ വേണ്ടേ? ഒരു 3 to 6 മാസത്തെ ചെലവിന്റെ പൈസ എങ്കിലും നമ്മളെടുക്കുക ഒരു സെപ്പറേറ്റ് ഫണ്ടായി ഉണ്ടാകണം എന്ന് പറയുന്നു. അതിനെയാണ് നമ്മൾ കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും കണ്ടിജൻസി ഫണ്ട് ആരെങ്കിലും മാറ്റി വെക്കാറുണ്ടോ? അതായത് ഒരു 6 മാസം എനിക്ക് ജോലി ഇല്ലെങ്കിലും എന്റെ വീട് സുഖമായിട്ട് പോകും എന്ന് ചിന്തിക്കുന്ന, കോൺഫിഡന്റോടെ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ചാറ്റിലേക്ക് വരാം. ഇങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഒരു 6 മാസത്തെ പിന്നെ ചെലവെങ്കിലും നമുക്ക് എന്ത് ഉണ്ടാകണം നമ്മളെ ഫണ്ടിലേക്ക്. ഓക്കെ, ഷാനി മാഡം ഓക്കെ, ബഷീർ സാർ ഓക്കെ, പറ. അപ്പൊ ഗുഡ്, അത് നല്ലതാണ്. വീണ്ടും വീണ്ടും ബിസിനസ് ക്യാഷ് ബിസിനസ്സിൽ തന്നെ ഇടൂലേ സർ? എടുത്തു വെക്കണ പരിപാടി റെയർ ആണ് അല്ലെ? വീണ്ടും ഇനിയൊരു കട ഷോപ്പ് തുറക്കും, അങ്ങനെ ഇൻക്രിമെന്റ്. ഓക്കെ, സീനത്ത് മാം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് എന്തായാലും നിങ്ങൾ അത് ചെയ്യണമെന്ന് വെച്ചാല് ഒരു ഫണ്ട് കിട്ടിയാൽ ഒരു ബിസിനസിന് ഒരു 1 lakh rupees നിങ്ങൾക്ക് കിട്ടുന്നെന്ന് വിചാരിക്കും ഒരു ഇൻകം. ഇതിന്റെ അകത്തുനിന്ന് ഒരു 10% നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം. അത് ബിസിനസ്സിലേക്ക് ഇടാൻ പാടില്ല. ഓക്കെ, കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലേ സ്ഥാപനത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ഒരു പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാപനത്തിൽ പോകുന്നുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം?
അതും ഈ പിന്നെ റിച്ച് ഡാഡ് പുവർ ഡാഡിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. നമുക്കൊരു വരുമാനം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10% നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിലൊരു സംശയം ചോദിക്കുന്നുണ്ട്, അപ്പൊ പുറത്ത് പൈസ കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു 10,000 രൂപ കിട്ടി. ഓക്കെ, 10,000 രൂപ കിട്ടിയാൽ ഞാൻ 10%, 1000 രൂപ ഞാൻ മാറ്റി വെച്ചു. അപ്പൊ എൻ്റെ അടുക്ക് എത്രയേ ഉള്ളൂ? 9,000 രൂപയേ ഉള്ളൂ. ഓക്കെ, എനിക്കൊരു ഇലക്ട്രിസിറ്റി ബില്ല് അടക്കണം. ആ ഇലക്ട്രിസിറ്റി ബിൽ എത്രയാ? 10,000. അതിന്റെ ഡേറ്റ് ഇന്ന. ഇത് ഞാൻ അടിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി വിച്ഛേദിക്കും. പ്രശ്നമാണ് അല്ലെ? അപ്പൊ ഞാൻ എങ്ങനെ ഈ 1000 രൂപ മാറ്റി വെച്ചാൽ 9,000 രൂപയേ ഉള്ളൂ എങ്കിൽ എനിക്ക് 10,000ത്തിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് എനിക്ക് അടക്കാൻ പറ്റൂല, പ്രോബ്ലം. അപ്പൊ ഇത് റിച്ച് ഡാഡ് പുവർ ഡാഡിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. അപ്പോ റിച്ച് ഡാഡ് പറയുന്നത് പുറത്തുനിന്നുള്ളൊരു ബാഹ്യ സമ്മർദ്ദം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം 1000 രൂപ സീനത്ത് മാഡത്തിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടാനുള്ള പൈസ ഒക്കെ നമ്മൾ വിളിച്ചു ചോദിക്കും. അല്ലോടോ, നിങ്ങൾക്ക് ഞാൻ 2 ദിവസം മുമ്പ് ബില്ല് ചെയ്തിന്, അല്ല 1 മാസം മുമ്പ് ബില്ല് ചെയ്ത്, ആ പൈസ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കസ്റ്റമേഴ്സിനെ ഇതാക്കാൻ തുടങ്ങും. നമുക്കൊരു പുറത്തുനിന്നുള്ള ഒരു പ്രഷർ ഉണ്ടാകുമ്പോൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ നമ്മൾ മാക്സിമം കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കും. ഇനി ഈ 10,000 രൂപയുണ്ട്, ഞാൻ പുറത്തേക്കൊന്നും എനക്ക് മാറ്റി വെക്കുന്നില്ല എന്ന് കരുത്. 10,000 ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ 10,000 അവിടെ അടക്കും. എന്റെ പൈസയില്ല, അത് പിന്നെ എപ്പോഴും കൊടുക്കാന്ന് പറയും അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അത് നമ്മളെ പൈസയില്ല, അത് പിന്നെ എടുക്കാം. പക്ഷെ അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫണ്ട് കിട്ടിയാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു 10% നമുക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ. പല ബിസിനസ്സുകാരോടും നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ വളരെ പരിതാപകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പലർക്കും അവരുടെ ടേൺ ഓവർ പോലും അറിയില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. ഇന്നലെ എത്ര സെയിൽ ഉണ്ടായി? ഓ അറിയില്ല, എന്തോ മോശമില്ലാണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് പറയും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ഫണ്ട് 10% എങ്കിലും നമ്മൾ നമ്മുടെ ഇതിലേക്ക്, നമ്മുടെ സ്വന്തം ആവശ്യങ്ങളിലേക്ക് മാറ്റിവെക്കണം. അത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ കാരണം സാലറി അല്ലല്ലോ, പ്രൊപ്പറേറ്ററെ സംബന്ധിച്ചിട്ട് പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു 10% അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇത് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ 8ാമത്തെ ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണെന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. എന്താണ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാല്? ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഓക്കെ ആയിരുന്നു. എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? കേട്ടിട്ടുണ്ടോ ഈ സാധനം? മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട് SIP-യിലൊക്കെ പറയാറുണ്ട് അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് അതിൽ മ്യൂച്വൽ ഫണ്ട് കൊണ്ട് അതുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ ജെയിംസ് ക്ലിയർ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാരന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. പറ്റുമെങ്കിൽ അത് വായിക്കണം, വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. അതിൽ ജെയിംസ് ക്ലിയർ പറയുന്നുണ്ട് കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഏത് ശീലങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കോമ്പൗണ്ട് ഇഫക്റ്റ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ റെഗുലർ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ ദിവസം ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പം കിട്ടുന്ന മനസ്സിന്റെ അവസ്ഥ ശാന്തത ആയിരിക്കൂല. ഒരു 30 ദിവസവും 40 ദിവസവും ഒക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും അല്ലെ? കുറച്ചും കൂടി മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ പഠിക്കും. അപ്പൊ എന്താണ് അതിന്റെ 10 ദിവസം കഴിയുമ്പോൾ 10 ദിവസം കഴിയുന്ന ഗുണമായിരിക്കില്ല, 20 ദിവസം കഴിയുമ്പോൾ അതിനേക്കാളും കൂടും. അപ്പൊ അതാണ് കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഏത് ശീലങ്ങൾക്കും കോമ്പൗണ്ട് ഇഫക്റ്റ് ഉണ്ട് എന്നാണ് അറ്റോമിക് ഹാബിറ്റ്. അത് നമുക്കും അറിയാം. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ കൂടുതൽ നല്ല ചിന്തകളൊക്കെ നമുക്ക് വരാറുണ്ട്. അതേപോലെ മോശം കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്തുണ്ട്? കോമ്പൗണ്ട് എഫക്റ്റ് ഉണ്ട്. നമുക്കറിയാം, ഒരു ദിവസം ഡ്രഗ് അടിച്ച സ്ഥിരമായി ഒരു ദിവസം ഡ്രഗ് അടിക്കുന്ന അവസ്ഥ ആയിരിക്കില്ല. ഒരാൾ സ്ഥിരമായി ഡ്രഗ് അടിക്കുമ്പോൾ എന്താകുന്നുണ്ട്? അവന്റെ ബോധം കംപ്ലീറ്റ് ഏതാണ്ടൊക്കെ പോകുന്നുണ്ട്, ഒരു മാനസിക നില തെറ്റിയ അവസ്ഥയൊക്കെ എത്തുന്നുണ്ട്. അപ്പൊ രണ്ടിനും എന്തുണ്ട്? നല്ല കാര്യങ്ങൾക്കും കോമ്പൗണ്ട് എഫക്റ്റ് ഉണ്ട്, മോശം കാര്യങ്ങൾക്കും എന്തുണ്ട്? കോമ്പൗണ്ട് എഫക്റ്റ് ബാധകമാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു 10,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പൊ ആ 10,000 രൂപയിൽ 1000 രൂപ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടി ഈ വർഷം. അപ്പൊ എന്റെ ഫണ്ട് എത്രയായി? 11,000 രൂപ. പിന്നീട് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് 10,000 രൂപേന്റെ മേലെയല്ല, 11,000 രൂപേന്റെ മേലെയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതായത് ഈ ആദ്യത്തെ എന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആണ്. അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടി ഒരു വർഷം 1000 രൂപ. 11,000 എന്റെ ടോട്ടൽ. അപ്പൊ പിന്നീട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് 10,000 പ്രിൻസിപ്പളിന്റെ മേലെയല്ല, പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റിന്റെ മേലെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അത് അങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ സംഭവിക്കുന്നത്. ഇതിനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റിന്റെ മേലെ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതാണ് മ്യൂച്വൽ ഫണ്ടിലും SIP-യിലൊക്കെ പലരും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതിന്റെ ഒരു കാരണം മ്യൂച്വൽ ഫണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് തരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഓക്കെ. ഇനി
യുവർ ഇൻകം ക്യാൻ ഗ്രോ ഓൺലി ടു ദ എക്സ്റ്റെൻഡ് യു ടു. നമ്മൾ പലപ്പോഴും പലരെയും അസൂയോടെ കാണാറുണ്ടോ, അവരൊക്കെ എന്ത് വലിയ പണക്കാറ്, ഭയങ്കര പൈസ ഉണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനൊന്നും അറിയില്ല, പണിയെടുക്കാനൊക്കെ നമുക്ക് മടിയാണ് അല്ലെ, നമ്മൾ ജോലിക്ക് പോകാൻ മടിയാണ്. പക്ഷെ നമുക്ക് പിന്നെ അടുത്തുള്ളവര് ഭയങ്കര ഹൈ ലെവലിലൊക്കെ പോകുമ്പോൾ എന്താണ്, നമുക്ക് ഭയങ്കര അസൂയോടെ ഒക്കെ നോക്കി കാണാനോ, ഓനെ ദൈവം ഓന്റെ പിന്നെ ചില ഇതിലൊക്കെ പറയാറുണ്ടോ, ഓന്റെ തലയിലൊക്കെ എഴുതിയതൊക്കെ നമുക്കൊക്കെ. പക്ഷെ നമ്മൾ എന്താണ്, നമ്മളെ പുള്ളി മടിയന്മാരാണ്, പുള്ളി ഹാർഡ് വർക്ക്. നമ്മളെ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞതുപോലെ നമ്മളെ നാട്ടിൽ നല്ല പൈസയൊക്കെ ഉണ്ടാക്കിയവരെ നമ്മൾ എന്താണ് പറയാറ്, ഓൻ എങ്ങനെയാ പൈസയാക്കിയ നമുക്കറിയാം. അതൊരു ഇതോടെയാണ്, കാരണം അയാള് പൈസയാക്കിയത് അയാള് പിന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും അതിനെന്ത് ചെയ്യാറുണ്ട്, വില കുറച്ച് കാണാറുണ്ട്. നമ്മളുടെ ഇൻകം ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ എത്രയാണോ നമ്മളുടെ ജോലി ചെയ്യുന്നത്, നമ്മൾ എത്രയാണോ നമ്മളുടെ കഴിവുകൾ പിന്നെ കൂട്ടുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇൻകം ഗ്രോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറ്, ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്. കാരണം ആ സ്കില്ലിനെ നമുക്ക് വിൽക്കുമ്പോൾ എന്താകാം, ഇപ്പൊ ഞാൻ ഒരുപാട് നല്ല നല്ല കോഴ്സുകളൊക്കെ ചെയ്ത് ഞാൻ ആ കോഴ്സുകൾ പഠിച്ചതിന്റെ ഭാഗമായി ഞാനൊരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ്ങോ കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് എന്റെ ഫീസ് കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ എത്രയാണോ നമ്മളിലേക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുന്നത്, അതിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, നമ്മളുടെ ഇൻകവും നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ദ റൂട്ട്സ് ക്രിയേറ്റ് ദ ഫ്രൂട്ട്സ്. പലപ്പോഴും പിന്നെ നമ്മളെ കണ്ണൂരൊക്കെ ഏരിയയിലൊക്കെ ഈ പപ്പക്കായി പുളിയൻ മാങ്ങയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് പലപ്പോഴും നമ്മൾ പുളിയൻ മാവിന്റെ അതിൽ പോയിട്ട് നമ്മൾ ഒരിക്കലും ആ മാങ്ങ എടുത്തിട്ട് എന്താ ഇതിന് മധുരം ഇല്ലാതെ എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാ, ആ പുളിയൻ മാങ്ങന്റെ റൂട്ട് വേര് എന്ന് പറയുന്നത് ഏതാണ്, പുളിയൻ മാങ്ങേന്റെ ആണ്, അല്ലാണ്ട് പപ്പക്കായി മാങ്ങേന്റെ മധുരമുള്ള മാങ്ങേന്റെ അല്ല. അപ്പൊ നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യാറ്, ചില പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ബാഹ്യമായി മാത്രമേ നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പോവുള്ളൂ. ആദ്യം നമ്മൾ മാറ്റേണ്ടത്, ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ പറഞ്ഞതുപോലെ ദാരിദ്ര്യം അതൊന്നും പറയാതെ സുഖമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നൊന്നും പറയുന്നതിന് പകരം നമ്മൾ സന്തോഷമായിരിക്കുന്നു, സമൃദ്ധമായിരിക്കുന്നു എന്നൊക്കെ നമ്മൾ തന്നെ നല്ല നല്ല അഫോർമേഷൻസുകളൊക്കെ പറയുമ്പോൾ എന്തുണ്ടാകും, നമ്മളെ ഇന്നർ വേൾഡിനെ ആദ്യം ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇന്നർ വേൾഡിനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പുറം ലോകവും മാറും. Rich people believe I create my life. Poor people believe life happens to me. അല്ലെ, ഈ ഇതിൽ റിച്ചും പൂർന്നും കൺസെപ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും പിന്നെ പാവപ്പെട്ടവരല്ല കേട്ടോ, ആ മൈൻഡ് സെറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പുസ്തകം, ഇത് സീക്രട്ട് ഓഫ് മില്യനിയർ മൈൻഡ് എന്ന് പറയുന്ന ബുക്ക് എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരിക്കലും ഓതർ തന്നെ ഹവേക്കർ തന്നെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇതിൽ പുവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പൈസേന്റെ ബേസിലോ റിച്ച് എന്ന് ഉദ്ദേശിക്കുന്നതും പൈസേന്റെ ബേസിലോ അല്ല, ആ മൈൻഡ് സെറ്റിനെയാണ് പറയുന്നത്. അതായത് അതായത് റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ എപ്പോഴും പറയും ഐ ക്രിയേറ്റ് മൈ ലൈഫ് എന്ന് പറയും. അതായത് ഞാനാണ് എന്റെ ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഇന്നലകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇന്ന് കാണുന്ന ഞാനായത്. പൂർ പീപ്പിൾ എന്ത് പറയും, ഞാൻ ഇന്ന നാട്ടില് ജനിച്ചത് കൊണ്ട് എന്റെ അച്ഛൻ ഇതായി, മറ്റവന്റെ അച്ഛൻ എഞ്ചിനീയർ ആണ്, മറ്റേ ദുബായി പോയി വലിയ പൈസയൊക്കെ ഉണ്ടായി, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു, ഞാനെന്താ, ഞാനിപ്പോ ഇങ്ങനെയാവുന്നത്, ഞാൻ ഈ കുഗ്രാമത്തിൽ. നമ്മളെപ്പോഴും സാഹചര്യങ്ങളെ കുറ്റം പറയുന്നതാണെങ്കിൽ അതൊരു പൂർ മെന്റാലിറ്റിയാണ്. റിച്ച് മെന്റാലിറ്റി എപ്പോഴും പറയുന്നത് ഞാനാണ് എന്റെ ജീവിതം തീർക്കുന്നത്. അവര് അധികം എന്ത് ചെയ്യില്ല, ജോത്സ്യന്റെ അടുക്കൊന്നും പോയിട്ട് ഞാൻ 5 കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെയാവും എന്ന് അവർക്കറിയാം, അവരെങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത്. പൂർ പീപ്പിൾ ഇടക്കിടക്കൊക്കെ ജോത്സ്യനൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, അതൊരു പൂർ മെന്റാലിറ്റിയാണ്. എപ്പോഴെങ്കിലും ലോട്ടറി ഒക്കെ അടിക്കുവോ എന്നുള്ള ഇത് പ്രതീക്ഷയിലൊക്കെ പോയി നോക്കുന്നതാണ്. പൂർ പീപ്പിൾ ചിന്തിക്കുന്നത് സാഹചര്യം അല്ലെങ്കിൽ എന്റെ വിധിയാണ് എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണ്, റിച്ച് മെന്റാലിറ്റി ആണോ അല്ലെങ്കിൽ പൂർ മെന്റാലിറ്റി ആണോ? ഞാനാണ് എന്റെ ജീവിതം സൃഷ്ടിക്കുന്നത് എന്നാണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ സാഹചര്യങ്ങളാണ് എന്റെ ജീവിതം സൃഷ്ടിക്കുന്നത് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മളുടെ ക്രിയേറ്റർ അല്ലെ, നമ്മളുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് നമ്മൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ചിന്തിച്ചത്. ഇനി ഈ പുവർ മെന്റാലിറ്റിന്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്ലെയിമിങ്ങും ജസ്റ്റിഫൈയും അല്ലെ. പിന്നെ നമ്മള് മക്കളോടൊക്കെ എക്സാം ഒക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ട് മോനെ എക്സാം എന്ന് വെച്ചാൽ എന്താ പറയാ, ജസ്റ്റിഫൈ ചെയ്യാൻ എല്ലാ സിലബസിന്റെ പുറത്തുനിന്നായിരുന്നു ചോദിച്ചത്, ഒന്നും അതിന്റെ അതേ വന്നിട്ടില്ല. നമ്മളും കുട്ടിക്കാലത്ത് എങ്ങനെയാ പറയാറ്, മാർക്ക് കുറയുമ്പോൾ നമ്മളൊരു എക്സ്ക്യൂസ് ഒന്നും എടുക്കല് പരീക്ഷ അന്ന് ടീച്ചർ പറഞ്ഞൊന്നും നമ്മൾ അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും. ഞാൻ ഇന്ന സ്ഥലത്ത് ജനിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയി പോയത്, ഞാൻ വല്ല ബാംഗ്ലൂരിലോ കൊച്ചിയിലൊക്കെയാണ് ജനിച്ചതെങ്കിൽ ഞാൻ വേറൊരു ലെവലിലായേനെ. നമ്മളെപ്പോഴും അങ്ങനെ ഒരു ജസ്റ്റിഫൈ, അതൊരു പുവർ മെന്റാലിറ്റിന്റെ ഒരു ഇതാണ്. നമ്മൾ ഒരിക്കലും ഒരു മറ്റുള്ളവർ അച്ഛനെയോ അമ്മേനെയോ അല്ലെങ്കിൽ നാട്ടിനെയൊക്കെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം നമ്മളാണ് നമ്മളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ശില്പി എന്നുള്ള ബോധത്തോടെ നമ്മൾ എന്ത് ചെയ്യണം,
ജീവിക്കണം എന്ന് പറയുന്നു. ഇനി നമ്മൾ ഫിനാൻഷ്യൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നല്ലൊരു ലോങ് ടേം ഗോൾസും ഷോർട്ട് ടേം ഗോൾസും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ലോങ് ടേം ഗോൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പിന്നെ സ്വന്തമായി ഒരു ഓഫീസ് ബിൽഡിംഗ് ഉണ്ടാകണം എന്നുള്ളത് ലോങ് ടേം, ഒരു 10 വർഷം കൊണ്ട് എനിക്കൊരു ഓഫീസിന്റെ സ്വന്തം ബൈജു അസോസിയേറ്റ്സ് അല്ലെ RB അക്കാഡമി എന്നുള്ള സ്ഥാപനം എനിക്കൊരു സ്വന്തം ഇതിലേക്ക് പിന്നെ റൺ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ലോങ് ടേം ഗോളാണ്. അപ്പൊ അത് എന്ത് ചെയ്യണം? നമ്മൾ എഴുതി വെക്കണം. ലോങ് ടേം ഗോൾസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അത് ബ്രിയാൻ ട്രേസി എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ, മാനേജ്മെന്റ് വിദഗ്ധൻ, പറ്റുമെങ്കിൽ അയാളെ പുസ്തകങ്ങൾ വായിക്കണം. കാരണം അദ്ദേഹം ഈ ബ്രിയാൻ ട്രേസിന്റെ ബുക്കുകൾ വായിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അലസനായിരിക്കാൻ വിടൂല. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അങ്ങനെയാണ്. വളരെ സാധാരണക്കാരൻ, ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ മൈക്രോസോഫ്റ്റ്, പിന്നെ സിറോക്സ്, ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനീസിന്റെ മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ് ബ്രിയാൻ ട്രേസി. അദ്ദേഹത്തിന് ഒരുപാട് നല്ല നല്ല ബുക്കുകളുണ്ട്. ഈറ്റ് ദാറ്റ് ഫ്രോഗ്, ഗോൾസ്, അങ്ങനെ ഒരുപാട് നല്ല ബുക്കുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഗോളുകൾ, ലക്ഷ്യങ്ങൾ എഴുതി വെക്കണം എന്നാണ് പറയുന്നത്. എഴുതി വെക്കാത്ത ലക്ഷ്യങ്ങൾ എപ്പോഴും സ്വപ്നങ്ങളായി തന്നെ നിൽക്കും എന്നാണ് പറയാറ്. ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഗോൾസ് ഒക്കെ എഴുതി വെക്കാറുണ്ടോ? ഞാൻ ഈ ഫൈനാൻസിന്റെ അല്ല, നമുക്കൊരു ബിസിനസ് ഗോൾ, ഇത്ര ഞാൻ ഇങ്ങനെയൊക്കെ ഒരു 5 ബ്രാഞ്ചുകളൊക്കെ തുടങ്ങണം, അടുത്ത കൊല്ലം ഇന്ന സ്ഥലത്ത് ബ്രാഞ്ച് തുടങ്ങണം, അങ്ങനെയൊക്കെ സീനത്ത് മാം അങ്ങനെയൊക്കെ ഗോളൊക്കെ എഴുതി വെക്കാറുണ്ടോ? യെസ് സർ. ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലക്ഷ്യങ്ങൾ നമ്മൾ പേപ്പറിലാക്കണം. പേപ്പറിൽ തിങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ, അപ്പൊ ഫൈനാൻസിന്റെ ആയാലും നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഭഗവാനെ ഇത്രയൊക്കെ ചെലവുകളൊക്കെ ഉണ്ട് അല്ലെ, അപ്പൊ ഇന്ന നിലയിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു അഡീഷണൽ ഇൻകം ഒക്കെ വേണം എന്നൊക്കെ നമ്മൾ എഴുതുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ലോങ് ടേം ഗോൾസും ഷോർട്ട് ടേം ഗോൾസും നമ്മൾ ഫിക്സ് ചെയ്തിരിക്കണം. അത് കഴിയുന്നതും എഴുതി വെക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബഡ്ജറ്റ്. ഇത് പിന്നെ ഫാമിലി ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ഈ ആരെങ്കിലും ഡെയിലി അക്കൗണ്ട്സ് ഒക്കെ എഴുതി വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മളുടെ ഡെയിലി വരവ് ചെലവ് കണക്കുകൾ ഒക്കെ ചോദിക്കല് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും പിന്നെ വരവ് ചെലവ് കണക്ക് നിർത്തോ? ഓക്കെ. പിന്നെ വേറെ ആരെങ്കിലും? എന്തുകൊണ്ടാണ് വിഷ്ണു മേമ നിർത്താൻ കാരണം? എഴുതിയിട്ട് നിർത്താൻ കാരണം തീരൂലെന്ന് മനസ്സിലായതുകൊണ്ട്, കാരണം നല്ല ചെലവുള്ളതുകൊണ്ട്. ഓക്കെ, പേടിയാണല്ലേ കാണുമ്പോ തന്നെ ഈ സാധനത്തിന്. സത്യം. ഓക്കെ. പിന്നെ ചിലവരൊക്കെ എന്നോട് പറയാറെങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളിപ്പോ എഴുതി വെക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കും. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഇന്ന് രാവിലെ എഴുതി വെച്ച്, അപ്പൊ എന്റെ പോക്കറ്റില് പിന്നെ ഒരു 50 രൂപ ഉണ്ടാകണ്ടെന്ന് കരുത്. നമ്മള് എഴുതി വെച്ചതും നമ്മുടെ ഫിസിക്കൽ ക്യാഷ് ടാലി ചെയ്യുമ്പോൾ ഒരിക്കലും ഈ സാധനം ടാലി ആവും. പലരും പറഞ്ഞൊരു പ്രശ്നമാണ്. അതായത് പിന്നെ ഇപ്പൊ നമ്മള് രാവിലെ ഒരു 500 രൂപ ഉണ്ടായി എന്ന് കരുത്, ചെലവൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുക്ക് ഒരു 350 രൂപ ഉണ്ടാകണമെങ്കിൽ എന്ത് കണക്ക് കൂട്ടിയാലും അത്രേ ഉണ്ടാവുള്ളൂ. ഒരു 320, 330. ഇത് കുറെ ദിവസം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ മനസ്സിലാക്കും അല്ലെ. കുറെ ആൾ അങ്ങനെ വിട്ടിട്ടുണ്ട്. കാരണം ഇതൊന്നും ടാലി ആയിട്ട് പോകുന്നില്ല എന്നുള്ളത്. അപ്പൊ അതില് കോമ്പൗണ്ട് ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തില് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. നല്ലൊരു പരിപാടിയാണ്. ഒരു ചെറിയ പിന്നെ അതിനൊക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യണമെന്നൊക്കെ ചോദ്യം വരും. എങ്കിലും ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞതുപോലെ പൈസേനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാല് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകുതി വിജയിച്ചു എന്നാണ് പറയുന്നത്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങളൊന്ന് മണീനെ മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കിയാട്ടെ, ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മറ്റുള്ള ഏരിയ ഒരു ഡിസിപ്ലിൻ ആയി വരുന്നത് കാണാം. ഹെൽത്തിന്റെ ഏരിയയിലായി അതൊരു ഭയങ്കര വലിയ സംഭവം. കാരണം മണീനെ മാനേജ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മള് ഇപ്പം എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഇപ്പം ഖുശ്ബു പറഞ്ഞതുപോലെ തന്നെ ചെലവുകൾ കൂടുന്നു പറഞ്ഞപ്പോ ഇതിനെ നമ്മൾ സ്ഥിരം എഴുതി വെക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു മാസം കഴിഞ്ഞപ്പോ ചായക്ക് ഇത്രയും പൈസ ചെലവാക്കുന്നുണ്ടല്ലേ എന്നുള്ളൊരു ബോധം നമുക്ക് വരുന്നത്. ഇപ്പൊ ചായക്ക് ഇത്രയും പൈസ ചെലവാക്കുന്നു വെച്ചാൽ പിന്നെ ചായ കുടിക്കുമ്പോൾ എന്ത് ബോധം വരുന്നുണ്ട്? ഇന്ന് ഓൾറെഡി 4 ചായ ആവാനായി, അപ്പൊ ചെലവ് കൂടും അല്ലെ, കണക്കൊക്കെ വിലയിരുത്തുമ്പോ. ഇത് നമുക്ക് ഹെൽത്തിനും നല്ലതല്ലേ? ഈ ഒരു പൈസ നമ്മൾ എഴുതി വെക്കുന്നത് കൊണ്ടാണ്, നമ്മളുടെ ഒരു പിന്നെ ഉൾവിളി കൊണ്ടാണ് നമ്മൾ ഈ ചായ കുടി കുറക്കുന്നത്. ഈ ചായ കുടി കുറക്കുന്നത് ഫിനാൻഷ്യലി മാത്രമല്ല നമുക്ക് ലാഭം, നമുക്ക് എവിടെയും ലാഭം കിട്ടുന്നുണ്ട്. ഹെൽത്ത് വൈസ് നമുക്ക് നല്ലതാണ്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും നമ്മളത് എഴുതി വെക്കുമ്പോൾ നമ്മള് പിന്നെ ഫൈനാൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ജീവിതത്തിന്റെ പല മേഖലയിലും, ഇതിന് ഞാൻ ഒരിക്കലും എന്റെ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതിൽ ഞാൻ ഒരിക്കലും പറയാറില്ല അയില കഴിക്കേണ്ട അല്ലെങ്കിൽ പിന്നെ അയക്കൂറ കഴിക്കേണ്ട സ്ഥാനത്ത് മത്തി കഴിച്ചിട്ട് ചെലവ് ചുരുക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ ചെലവ് ചെയ്യേണ്ടിടയ്ക്കൊക്കെ ചെലവ് ചെയ്യണം, പക്ഷെ നമ്മളൊരു കൺട്രോൾ ഉണ്ടായാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ അത് കഴിയുന്നതും ഡെയിലി വരവ് ചെലവ്
ചെലവ് കണക്കുകൾ എഴുതി വെക്കുക. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു പിന്നെ നമുക്കിപ്പോ പോക്കറ്റ് ഡയറി ഒക്കെ അവൈലബിൾ ആണ്. നമ്മളൊരു ചായ കുടിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ടീ എന്നൊക്കെ എഴുന്നേറ്റ് പൈസ കൊടുക്കുമ്പോൾ തന്നെ ആ പോക്കറ്റ് ഡയറിയിൽ എഴുതി വെച്ച് രാത്രി നമ്മൾ പിന്നെ കമ്പ്യൂട്ടറിലോ ഒക്കെ ഫീഡ് ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു പരിധി വരെ നമുക്ക് പിന്നെ ഷോർട്ടേജോ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. 350 ആണെങ്കിൽ 350 തന്നെ കാണും നമ്മുടെ ക്യാഷ്, നമ്മുടെ പോക്കറ്റിലും നമ്മുടെ എക്സ്പെൻസ് കഴിയുമ്പോൾ 350 തന്നെ കാണും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം എവിടേക്കാണ് ഫണ്ട് പോകുന്നുള്ള ഒരു ധാരണ ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ. അതായത് 2-3 മാസത്തെ ചെലവിന്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ ബഡ്ജറ്റ് ചെയ്യണം. അല്ലാണ്ട് ജസ്റ്റ് നാളെ ഞാൻ അടുത്ത മാസത്തെ ബഡ്ജറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നടക്കൂല. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മാസത്തെ എക്സ്പെൻഡിച്ചർ, ഇപ്പൊ മലയാള മനോരമ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, സമ്പാദ്യം എന്ന് പറയുന്ന മാഗസീനും ഉണ്ട്. ഈ സമ്പാദ്യത്തിന്റെ കൂടെ തന്നെ ഒരു ഡയറിയും തരുന്നുണ്ട്. ഓക്കെ, ആ ഡയറി വളരെ മനോഹരമാണ്. നമ്മുടെ ഏതാണ്ട് എല്ലാ ചെലവുകളും അതിന്റെ സെറ്റിംഗ്സിലുണ്ട്. അപ്പൊ പറ്റുമെങ്കിൽ അതൊരു ഡിസംബറിലൊക്കെ ഓർഡർ ചെയ്താൽ പിന്നെ 1 വർഷത്തെ സബ്സ്ക്രിപ്ഷന്റെ കൂടെ ഡയറിയും കൂടെ അവർ ഫ്രീ ആയിട്ട് കിട്ടും. ആ ഡയറി വളരെ ഫ്രൂട്ട്ഫുൾ ആണ്. പറ്റുമെങ്കിൽ സമ്പാദ്യം, മനോരമയുടെ സമ്പാദ്യം കൂടി വായിക്കുക. ഒരു ഇതിനെയും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷെ വളരെ മനോഹരമായ ഒരു പേഴ്സണൽ ഫിനാൻസ് ഇതാണ് മാഗസീനാണ്. മലയാളത്തിന്റെ ഒരു നല്ല മാഗസീനാണെന്ന് പറയും. ബഡ്ജറ്റ് ചെയ്യുക, ഡെയിലി അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെയാണ് എക്സ്പെൻസ്, നമുക്ക് ഞാനിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എക്സ്പെൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, SIP വഴി ഇൻവെസ്റ്റ് ചെയ്യാം. എന്താണ് മ്യൂച്വൽ ഫണ്ടും SIP തമ്മിലുള്ള വ്യത്യാസം? ആരെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടോ? മ്യൂച്വൽ ഫണ്ട് ചെയ്തിരുന്നു. പിന്നെ വേറെ വിഷ്ണു മാം, സീനത്ത് മാം ചെയ്യാറുണ്ടോ? സർ ഞാൻ ചെയ്തിരുന്നു സർ. എന്റെ ചെയ്തിരുന്നു. മോളെ ചെയ്തിരുന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പോ എനിക്ക് ക്യാൻസർ വന്നു. അപ്പൊ അതെല്ലാം ഞാന് ബിക്കോസ് ഓഫ് ഹോസ്പിറ്റലിൽ ഞാൻ അത് മറന്നു പോയിട്ടോ. കഴിഞ്ഞിട്ട് ഞാൻ പോയി ചോദിച്ചപ്പോ ഇല്ലേ അതെല്ലാം കൊലാപ്സ് ആയിട്ടോ പറഞ്ഞു. അപ്പൊ എനിക്ക് നല്ല വിഷമായിട്ടോ. ഒന്നും കിട്ടിയില്ലേ? അല്ല 8 months ഒക്കെ കെട്ടിട്ടുണ്ട് ഞാന്. പോയി കെട്ടായിരുന്നു. അപ്പൊ ഇത്ര ഫെസിലിറ്റീസ് ഒന്നും ഇല്ല മൊബൈലില്. കെട്ടായിരുന്നു. പിന്നെ സുഖമില്ലാതായപ്പോ പിന്നെ ഞാൻ റിക്വസ്റ്റും ലെറ്ററും എല്ലാ പ്രൂഫും എല്ലാം പ്രൊവൈഡ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയത്. അത് ഫീൽ ആയിട്ടോ. 1 മാസം മിസ്സാവാൻ പാടില്ല എന്ന് അവര് പറഞ്ഞു. ഓക്കെ, അല്ല എന്നാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയൊക്കെ അവർക്ക് തരാം, അത് ക്യാൻസൽ ആയി പോയാലും. ഓക്കെ, ഞാൻ അവരെ പിന്നാലെ നടന്നു കേട്ടോ. ഐ ഫീൽ വെരി മീൻസ് ഭയങ്കര വിഷമായി. എല്ലാവർക്കും അല്ല, ബട്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ് സർ. താങ്ക് യു വെരി മച്ച്. ഈ മ്യൂച്വൽ ഫണ്ടും SIP തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പലരുടെയും ഇപ്പൊ ഞാൻ ഈ പിന്നെ ഫൈനാൻസിന്റെ ക്ലാസ് ഒക്കെ എടുക്കാൻ ഈ കോളേജുകളിലൊക്കെ പോകുമ്പോൾ ആദ്യം നമ്മളോട് പറയുന്നുണ്ട് അതൊക്കെ വലിയ വലിയ ആൾക്ക് വേണ്ടിയുള്ളതല്ലേ, ഈ മ്യൂച്വൽ ഫണ്ട് അതൊക്കെ പൈസ ഉള്ളവർക്ക് വേണ്ടിയുള്ളതല്ലേ. അത് തെറ്റിദ്ധാരണയാണ്. SIP നമുക്ക് 500 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. SIPന്റെ ഫുൾ ഫോം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ്. അത് നമുക്ക് ഒരു 500 rupees മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 50,000 രൂപയുണ്ട് എന്ന് കരുതി. ഇപ്പൊ 50,000 രൂപ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇപ്പൊ ആക്സിസിന്റെ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ് 50,000. ഓക്കെ, ഇതെനിക്ക് എങ്ങനെയും ചെയ്യാം. 1000 രൂപ വെച്ചിട്ട് 50 മാസത്തേക്ക് നമുക്ക് ചെയ്യാം. അതിനെയാണ് SIP എന്ന് പറയുന്നത്. അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നുള്ളത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ട് നമ്മുടെ FDയും റീകറിംഗ് ഡെപ്പോസിറ്റും പോലെ, FD നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ലംസം എമൗണ്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാണ്. റീകറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1000 രൂപ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലംസം എമൗണ്ട് ആണ് നമ്മൾ ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ SIP എന്ന് പറയുന്നത് മന്ത്ലി ഒരു ചെറിയ ചെറിയ എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കഴിയുന്നത് ഞാൻ എല്ലാവരോടും പറയാറ് SIPയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. SIPക്ക് ഇതിനെന്തുണ്ട്, കോമ്പൗണ്ട് എഫക്റ്റ് ഉണ്ട്. നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഇപ്പൊ ജിയോജിത്ത്, പിന്നെ മോത്തിലാൽ ഒസ്വാൾ, അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നല്ല ഫണ്ടുകൾ, കാരണം നന്നായിട്ട് 12% മുകളിലൊക്കെ എപ്പോഴും മ്യൂച്വൽ ഫണ്ടുകൾ റിട്ടേണുകൾ കൊടുക്കുന്നുണ്ട്. ഞാൻ അതാ സമ്പാദ്യം വായിക്കാൻ പറഞ്ഞത്. സമ്പാദ്യത്തിൽ നല്ല നല്ല ഫണ്ടുകളും അത് ഇത്ര വരെ കൊടുത്ത റിട്ടേൺസിന്റെ ഒക്കെ കണക്കുണ്ടാകും. അപ്പൊ അത് മാത്രം ഡിസൈഡ് ചെയ്താൽ പോരാ, നല്ല പിന്നെ അഡ്വൈസറോടും ഒരു സജഷൻ എടുക്കുക ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റിലേക്ക് നോക്കണം. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നല്ല ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് കിട്ടത്തുള്ളൂ.
അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഷെയർ മാർക്കറ്റ് ഇതിൽ ഞാൻ അധികം സജസ്റ്റ് ചെയ്യില്ല, കാരണം ഇത് നിങ്ങൾ ചെയ്യണമെങ്കിൽ കുറച്ച് പഠിക്കുകയൊക്കെ വേണം. കമ്പനീന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാകണം. അപ്പൊ അതിനെപ്പറ്റി പിന്നെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ROE പറ്റി ഒരു ഐഡിയ ഉണ്ടാകണം. ഒരുപാട് അതിനെപ്പറ്റി റിസർച്ച് ഒക്കെ നടത്തണം. ഷെയർ മാർക്കറ്റ് ഞാൻ ഇനീഷ്യൽ ഘട്ടങ്ങളിൽ സജസ്റ്റ് ചെയ്യില്ല. ബെസ്റ്റ് എന്താണ് മ്യൂച്വൽ ഫണ്ടോ SIP ആണ്. കാരണം മ്യൂച്വൽ ഫണ്ടിലും SIPയിലും ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഷെയർ മാർക്കറ്റിൽ നമ്മൾ തന്നെ പഠിച്ചിട്ട് ചെയ്യണം. അത് കുറച്ച് റിസ്ക് ആണ്. അതുകൊണ്ട് അതധികം ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായത്തിൽ വേറെ ഏതൊക്കെയുണ്ട് ഇൻവെസ്റ്റ്മെന്റ്? ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ? പിന്നെ ഗോൾഡ് അല്ല, നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റിന് പലപ്പോഴും ഗോൾഡ് ചെയ്യാറില്ലേ? വിഷ്ണു മാം, സീനത്ത് മാം. അപ്പൊ ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ ഇൻഷുറൻസും നമ്മൾ എന്ത് ചെയ്യണം? ഇതും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ഭാഗമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ടേം ഇൻഷുറൻസും നമ്മൾ എടുക്കണം. എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ഒരു ഫണ്ടൊക്കെ കിട്ടണമെങ്കിൽ ടേം ഇൻഷുറൻസ് വേണം. പെട്ടെന്നൊരു അസുഖമൊക്കെ ആവുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലാ വിവരങ്ങളും നമ്മൾ പറയണം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ. അതായത് പലരും എന്താ ചെയ്യുക? ഷുഗർ ഉള്ളത് പറയില്ല, പിന്നെ മറ്റുള്ള ഒന്നും പറയില്ല, കൊളസ്ട്രോൾ പറയില്ല, ഒന്നും പറയില്ല. എന്നിട്ട് പിന്നെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടേഴ്സോട് ഇതൊക്കെ വിവരിക്കും. നമുക്ക് 10 കൊല്ലം മുമ്പ് ഷുഗർ ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു ഒക്കെ പറയും. എന്നിട്ട് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തന്നിട്ടില്ലെങ്കിൽ പറയും ആ ഇൻഷുറൻസ് കമ്പനി വളരെ പോക്കാന്ന്, ക്ലെയിം തരൂല എന്നൊക്കെ പറയും. നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മളുടെ പ്രസന്റ് കണ്ടീഷൻ, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയണം. അല്ലെങ്കിൽ എടുക്കാതിരിക്കുന്നേ ബെറ്റർ, കാരണം ആ പ്രീമിയം കൂടി നഷ്ടാവുക. അപ്പൊ നമ്മളുടെ കണ്ടീഷൻസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞെടുക്കുക. ഇതാണ് എന്റെ പൊസിഷൻ, എനിക്ക് ഇന്ന കാലം മുതൽ ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ട്, ഇതിന്റെ മരുന്ന് കുടിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും അതിന് ചിലപ്പോൾ ഒരു ലോക്കിംഗ് പീരീഡ് ഒക്കെ ഉണ്ടാകും. ചില സൂക്കേടിന് ഹെൽത്ത് ഷുഗർ ഉണ്ടെങ്കിൽ 4 കൊല്ലത്തേക്ക് അതിന് മൂലം ഉണ്ടാകുന്ന മരണത്തിന് ക്ലെയിം കിട്ടൂല എന്നൊക്കെ അവർ ലോക്കിംഗ് പീരീഡ് ഒക്കെ പറയുന്നുണ്ടാകും. എങ്കിലും അത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമല്ലോ. അപ്പൊ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചുകൊണ്ട് ഇൻഷുറൻസ് ഒക്കെ എടുക്കുക. ടേം ഇൻഷുറൻസും അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ബാങ്ക്സിൽ FD, ചിട്ടി ഇങ്ങനെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റ്. ഗോൾഡിലും ഫിസിക്കൽ ഗോൾഡ് ഉണ്ട്, ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്. ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോവറിൻ ഗോൾഡ് ഫണ്ട് എന്നുള്ളത്, ഗോൾഡ് ബോണ്ട്, അതായത് നമ്മുടെ പിന്നെ ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കുന്ന ഒരു ബോണ്ടാണ്. ഈ ബോണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നമുക്ക് 2.5% ഇൻട്രസ്റ്റും തരുന്നുണ്ട് പറയാനം. അത് കൂടാണ്ട് ഗോൾഡിന്റെ റേറ്റ് എങ്ങനെയാണോ മാറുന്നത് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ റേറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട്. പ്ലസ് ഇതിനൊരു അഡീഷണൽ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ ഡിജിറ്റൽ ഗോൾഡ് എടുക്കാത്തതിന്റെ ഒരു റീസൺ, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ ലോണൊക്കെ എടുക്കാൻ പ്ലഡ്ജ് ചെയ്യാൻ പറ്റൂല ഡിജിറ്റൽ ഗോൾഡ്. ഫിസിക്കൽ ഗോൾഡിന് അതിന്റെ ആവശ്യം ഉണ്ടാവും. പക്ഷേ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ത് ചെയ്യാം? നമുക്ക് എന്തെങ്കിലും ഒരു ലോണൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് നമുക്ക് ലോൺ ഇത് പ്ലഡ്ജ് ആയിട്ട് അവർ എടുക്കും, ഇതിനെ അക്സെപ്റ്റ് ചെയ്യും. കാരണം എന്തുകൊണ്ടാ? ഇത് റിസർവ് ബാങ്ക് കൊടുക്കുന്ന ബോണ്ട് ആയതുകൊണ്ട് കഴിയുന്നതും ഇത് എവിടെ നിന്നൊക്കെ അവൈലബിൾ ആണെന്ന് വെച്ചാൽ RBIന്റെ സൈറ്റിൽ ഫ്രഷ് ആയിട്ട് ബോണ്ട് ഇറക്കുമ്പോൾ പറയും, പിന്നെ അവര് RBI പറയും ഇന്ന ബാങ്കിലൊക്കെ കിട്ടും എന്നുള്ളത്. അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റായ ജിയോജിത്ത്, മോത്തിലാൽ ഒസ്വാൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമുക്ക് സോവറിൻ ഗോൾഡ് ബോണ്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതിന് നന്നായി ടാക്സ് പ്ലാൻ ചെയ്യാം. അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 6 ജാർ മണി മാനേജ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അതായത് ഇത് സീക്രട്ട് ഓഫ് മില്യനർ മൈൻഡ് എന്നുള്ളൊരു പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10%, ഒരു പിന്നെ 10,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 10% നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കണം. അതായത് ഞാൻ പറഞ്ഞു ഇന്നിപ്പോ 42 വയസ്സാണ്, 62 വയസ്സ് വരെയാണ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 20 കൊല്ലം ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ ചെലവ് ആവശ്യമുണ്ട്, ചെലവ് ഉണ്ടാവും. അപ്പൊ ചെലവിന് എന്ത് വേണം? എനിക്ക് ഫണ്ട് ആവശ്യമാണ്. അതിനു വേണ്ടി ഇന്ന് കിട്ടുന്ന പൈസേന്റെ 10% ഞാൻ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള ഇതിലേക്ക്, അത് മ്യൂച്വൽ ഫണ്ടായിട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, പിന്നെ SIP അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ 10% ഞാൻ എന്ത് ചെയ്യണം? എന്റെ വരുമാനത്തിന്റെ 10% ഞാൻ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇനി LTSS ഉള്ള ഫണ്ടിലേക്ക് ഞാൻ 10% മാറ്റിവെക്കണം. ഇതെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കാർ ഉപയോഗിക്കുന്നുണ്ട്, മൊബൈൽ ഫോൺ, ഇതിനൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ അടുത്ത് എന്തുണ്ടാവില്ല? റെഡി ക്യാഷ് ഉണ്ടാവില്ല അല്ലെ? ഇപ്പം ലാപ്ടോപ്പ് ഞാൻ ഉപയോഗിക്കുന്നു, ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ 3 കൊല്ലം കഴിഞ്ഞാൽ എന്തെങ്കിലും റിപ്പയർ ആയി, എനിക്കത് പുതിയത് വാങ്ങണമെങ്കിൽ ആദ്യം ഒരു 40,000 50,000 പെട്ടെന്ന് ഉണ്ടാകണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരു 10% ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്, എന്റെ കയ്യിലുള്ള ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കാറോ എന്തെങ്കിലും റീപ്ലേസ് ചെയ്യാൻ ആവശ്യമായിട്ട്, അല്ലെങ്കിൽ TVയോ ഇതൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, ഫ്രിഡ്ജ് ഇങ്ങനെയുള്ളതിനൊക്കെ വേണ്ടി നമുക്കൊരു 10% നമ്മളുടെ വരുമാനത്തിൽ നിന്ന് മാറ്റി വെക്കാം.
പിന്നെയുള്ള 10% എഡ്യൂക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സെൽഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ 10% നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിൽ ഓദർ പറയുന്നത് ബാക്കിയുള്ള ജാറൊന്നും നിങ്ങൾ പെട്ടെന്ന് പൊട്ടിച്ചിട്ടില്ലെങ്കിലും പ്രോബ്ലം ഇല്ല, പക്ഷെ എഡ്യൂക്കേഷൻ ജാർ നിങ്ങൾ എന്ത് ചെയ്യണം? കൊല്ലത്ത് പൊട്ടിക്കുക തന്നെ വേണം. ഓക്കെ, ഇതൊരു 10 കൊല്ലത്തേക്കൊന്നും പൊട്ടിക്കാതിരിക്കാൻ പാടില്ല. എഡ്യൂക്കേഷൻ ജാർ എല്ലാ ഇയറിലും പൊട്ടിച്ചിട്ട് അത് യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു 55% എങ്കിലും നെസസറി ജാർ, അതായത് വീട്ടിലെ ചെലവ്, ട്യൂഷൻ, മക്കളുടെ ചെലവ്, ഇതിനൊക്കെ വേണ്ടി ഒരു 55% മാറ്റി വെക്കണം എന്ന് പറയുന്നു. ബാക്കിയുള്ള 10% ഇപ്പൊ നമ്മൾ ഇത് എല്ലാവരും പറയുന്നത് പോലെ ഒരിക്കലും ഒരു അക്കൗണ്ടന്റിനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ എല്ലാം വളരെ കണക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കൊണ്ട് 10% നമ്മൾ എന്ത് ചെയ്യണം? പ്ലേ ജാർ, അല്ലെ, മക്കളെയും കൂട്ടി സിനിമക്കോ, പിന്നെ ഫാമിലിനെയും കൂട്ടി ഭാര്യനെയും മക്കളെയൊക്കെ കൂട്ടി സിനിമക്ക്, പാർക്കില്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂറിനൊക്കെ പോകാൻ വേണ്ടി ഒക്കെ, വെക്കേഷൻ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു 10% മാറ്റി വെക്കണം എന്ന് പറയുന്നു. ബാക്കിയുള്ള ഒരു 5% നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുകയാണ്, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ, അതിനു വേണ്ടി ഒരു 5% മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നമ്മളുടെ കിട്ടുന്നതിന്റെ 10% നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറ്റി വെക്കണം. പിന്നെ LTSS എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലോങ് ടേം സ്പെൻഡിങ് ആൻഡ് സേവിങ് എന്നുള്ളത്, നമ്മുടെ മൊബൈൽ, പിന്നെ കാറ്, അല്ലെ ഫ്രിഡ്ജ്, ഇതൊക്കെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടി നമ്മളൊരു ഫണ്ട് മാറ്റി വെക്കണം. പിന്നെ എഡ്യൂക്കേഷൻ ജാറിന് വേണ്ടി നമ്മൾ സ്വയം എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്താലേ നമ്മുടെ റവന്യൂ കൂടൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 10% എഡ്യൂക്കേഷൻ ജാറിന് മാറ്റി വെക്കണം. ഇത് നമ്മൾ ഇയർലി തന്നെ പൊട്ടിക്കണം ഈ ജാറ്. പിന്നെ നെസസറി ജാർ 55%, പ്ലേ ജാർ 10%, ഗിവ് ജാർ അതായത് ചാരിറ്റി, അതിനൊക്കെ വേണ്ടി ഒരു 5% എങ്കിലും നമ്മൾ മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. ഇത് സീക്രട്ട് ഓഫ് മില്ലിയനിയർ മൈൻഡ്, ഹവേക്കർ ഒരു ഇംഗ്ലണ്ടിലായതുകൊണ്ടാണ് ഇതിനെ ജാർ എന്നുള്ള കൺസെപ്റ്റ് ആയത്. നമ്മളാണെങ്കിൽ ഇതിനെ കൊടുക്കാന്നൊക്കെ വിളിക്കുമായിരുന്നു. പക്ഷെ അത് കൂടാണ്ട് ഇത് നമുക്ക് ഇന്നെന്ത് ചെയ്യാം? നമുക്ക് ബാങ്കിലേക്ക് ഒരുപാട് ബാങ്ക് അക്കൗണ്ട് ഒക്കെ എടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓരോന്നിനും ഓരോ ബാങ്ക് അക്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഇന്നിടാം. കഴിയുമെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ഒക്കെ ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ അതിനൊന്നും കഴിയുന്നതും പിന്നെ UGPayയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഒന്നും ഇല്ലാതെ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി നോക്കുക. കാരണം അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കായാലും ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഗൂഗിൾ പേയും ചെയ്യും, നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിക്കും. അതിന് ATM ഒന്നും ഇല്ലാതെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ ഇത്രയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. പിന്നെ അപ്പൊ നന്നായിട്ട് പൈസ നല്ല വിധത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് എല്ലാവരും പിന്നെ നല്ല നല്ല ബിസിനസ്സുകാരും അല്ല നല്ല നല്ല കോടീശ്വരന്മാരൊക്കെ ആയി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു. ഇത്ര മനോഹരമായ ക്ലാസ് ആണ് അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാട്ടോ, ഇറ്റ്സ് യുവർ ടൈം. എനി ഡൗട്ട്സ്, എനി ക്വയറീസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പെട്ടെന്ന് ചോദിക്കാം, നമ്മളെ സാറിന് സമയമില്ല. യെസ്, നമുക്ക് ആ. നമ്മളിപ്പോ ഈ SIP മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇടുമ്പോ നമുക്ക് അതിന്ന് ഒരു മന്ത്ലി ഇൻകായിട്ട് എന്തെങ്കിലും കിട്ടുന്ന വല്ല പരിപാടികളും? മാഡം, SIP നമ്മള് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. നമ്മളത് ചെയ്യണമെന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് SIP ഒരു 20 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലമൊക്കെ വെച്ച് നമുക്കൊരു കോർപ്പസ് ഫണ്ട് ആക്കിയെന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ മന്ത്ലി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 10 ലക്ഷം റുപ്യൊക്കെ ആയി എന്ന് വിചാരിക്കും SIP. എന്നിട്ട് ആകുമ്പോൾ എനിക്കൊരു 60 വയസ്സിന് ശേഷം എനിക്ക് SWP എന്നുള്ള സ്കീം പ്രകാരം, അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയും. അതായത് എനിക്ക് ആക്റ്റീവ് ഇൻകം ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ വിഡ്രോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. 60 വയസ്സിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാം? ഇതിന് എനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് മന്ത്ലി എനിക്കൊരു 10,000 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ഈ കോർപ്പസ് ഫണ്ടിന്റെ ഇതിന്റെ അകത്ത് എനിക്ക് എന്ത് ചെയ്യാം? 10,000 രൂപ വെച്ചിട്ട് മന്ത്ലി എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം നമ്മളൊരു കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കണം, അതിന് ശേഷം. ഓക്കെ, താങ്ക് യു സോ മച്ച് സുലേഖ മാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാർ ഗുഡ് ഈവനിങ്. ഈവനിങ് മാം. ഹലോ സാർ. ഗുഡ് ഈവനിങ് പറയും മാം. സാർ, ഈ ബാങ്കിൽ ഫിക്സഡ് ആക്കി ഇടുന്ന അതിനെ കുറിച്ച് സാർ ഒന്ന് പറയാം. സാർ അവിടെ പറഞ്ഞല്ലോ ഒരു ഗോൾഡ് അതും ഫസ്റ്റിൽ തന്നെ പറഞ്ഞല്ലോ, അത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് അതൊന്നും കൂടി പറഞ്ഞു തരുമോ? മറ്റേ ഇതാണോ പിന്നെ ഇൻഫ്ലേഷനെ പറ്റി പറയുമ്പോ പറഞ്ഞതാണോ? അതെ. അതായത് ഇപ്പൊ 1 ലക്ഷം രൂപ എന്റെ കൈമേൽ ഉണ്ട് എന്ന് കരുതും. ഓക്കെ, അപ്പൊ ഞാൻ ഗോൾഡ് വാങ്ങാൻ വേണ്ടി പോകുമ്പോ എനിക്ക് ഇന്ന് 2 പവൻ ഗോൾഡ് കിട്ടും. ഓക്കെ, മലബാർ ഗോൾഡ് ഞാൻ പോകുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ അടുത്ത് 1 ലക്ഷം ഉള്ള 2 പവൻ തരാന്ന് പറഞ്ഞു. ഞാൻ അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? ഇന്ന് വാങ്ങുന്നില്ല. ഞാൻ ഏതായാലും ഈ 1 ലക്ഷം രൂപ എടുത്തിട്ട് ഞാൻ കനറ ബാങ്കിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഈ 1 ലക്ഷം. ഓക്കെ,
എന്നിട്ട് 1 വർഷം കഴിയുമ്പോൾ ഞാൻ ഈ പൈസ, ഈ ഡെപ്പോസിറ്റ് FD ഞാൻ ക്ലോസ് ചെയ്ത് ചെയ്യുമ്പോൾ എനിക്ക് ഒരു 1,07,000 കിട്ടുന്നുള്ളൂ. ഓക്കെ, ഈ 1,07,000 രൂപ എടുത്തിട്ട് ഞാൻ ഇതേ മലബാർ ഗോൾഡ് പോയിട്ട് ഞാൻ പറയുന്ന 1 കൊല്ലം മുമ്പ് നോക്കിയ സ്വർണ്ണമില്ല അതെനിക്ക് വേണമായിരുന്നു എന്ന് പറയുമ്പോൾ മലബാർ പറയുന്നു ഇന്ന് 1,07,000 അല്ല 1,10,000 കൊടുത്താലേ കിട്ടുള്ളൂ എന്ന് പറയുന്നു. സ്വർണത്തിന്റെ വില കൂടി. ഓക്കെ, പക്ഷെ നമ്മളെ ഫണ്ട് അന്നും ആ 1 ലക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചായ പോലും കുടിക്കാണ്ടാണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തത്. ഇങ്ങോട്ട് എടുക്കുമ്പോൾ അങ്ങനെ എടുത്തിട്ട് ഞാൻ വരുമോ ഇതേ. പക്ഷെ എനിക്ക് ആ പൈസ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അന്ന് ഞാൻ കണ്ടുവെച്ച സ്വർണം വാങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ എന്റെ FD എന്നുള്ള, അതായത് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ആണ് 7% ആണെങ്കിൽ എന്റെ FD കൊണ്ട് എന്ത് ആവുന്നില്ല, എന്റെ ഇൻഫ്ലേഷൻ, അതായത് ഇൻഫ്ലേഷൻ ഒരു 8% ഉണ്ട് എങ്കിൽ സ്വർണത്തിന്റെ റേറ്റ് ഒക്കെ 10,000 പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഇൻഫ്ലേഷനെ പോലും അത് ബീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ FD എന്താണ് പറയുന്നത്, എന്റെ പൈസ വളരുകയല്ല തളരുകയാണ്. കാരണം എന്റെ പർച്ചേസ് കപ്പാസിറ്റി അന്ന് എനിക്ക് 1 ലക്ഷം രൂപക്ക് വാങ്ങാൻ പറ്റിയ സാധനം, ആ ഫണ്ട് ഞാൻ ബാങ്കിൽ FD ഇട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുമ്പോൾ അതിന്റെ റിട്ടേൺ അടക്കം എനിക്ക് കിട്ടുമ്പോൾ അന്ന് 1 ലക്ഷത്തിന് വാങ്ങാൻ പറ്റിയ സാധനം ഈ പൈസ കൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ എന്റെ പൈസ വളരുകയല്ല തളരുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ സാർ, ക്ലിയർ ആയി. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളുടെ ഈ ഇൻഷുറൻസ് മെച്യൂരിറ്റി എമൗണ്ട് അത് ടാക്സബിൾ ആണോ? മ്യൂട്ടാണ് സർ. ടാക്സബിൾ ആണ്. അതായത് നമ്മളുടെ സം ഇൻഷുർഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇപ്പൊ സപ്പോസ് എന്റെ സം ഇൻഷുർഡ് 1 lakh rupees ആണെങ്കിൽ എന്റെ പ്രീമിയം, 1 വർഷത്തെ പ്രീമിയം 10,000, അതായത് 10% മുകളിൽ ഞാൻ പ്രീമിയം അടക്കുന്നുണ്ടെങ്കിൽ അതിന്ന് കിട്ടുന്ന എമൗണ്ട് ടാക്സബിൾ ആണ്. ഓക്കെ, 10,000 അതായത് 10% കുറവാണെങ്കിൽ എന്റെ പ്രീമിയം എനിക്ക് എന്ത് വേണ്ട, അത് 1010D എന്ന് പറയുന്ന ഇൻകം ടാക്സിന്റെ 1010D എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം എനിക്ക് എക്സംഷൻ എടുക്കാം. അതായത് പ്രീമിയത്തിന് സം ഇഷ്യൂർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഇപ്പം LICന്റെ പോളിസി നമ്മൾ നോക്കുവാണെങ്കിൽ ഏതോ ഒന്നിന് മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, പിന്നെ ഒറ്റ പ്രാവശ്യം അടക്കുന്ന ഏതോ ഒരു പോളിസിയിൽ മാത്രമേ അവരുടെ 10% മുകളിലേക്ക് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ പിന്നെ പ്രീമിയം നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ശരിക്കും സം ഇഷ്യൂർഡിന്റെ 10% കുറഞ്ഞിട്ടാണ് അവർ പ്രീമിയം ഒക്കെ അവർ ഡിസൈൻ ചെയ്തത്. അത് നമുക്ക് എന്ത് 2 ഗുണമുണ്ട്. ഒന്ന്, ഇൻകം ടാക്സിൽ 80C പ്രകാരം നമുക്ക് ഡിഡക്ഷൻ എടുക്കാം. അതേപോലെ തന്നെ ഇതിന്റെ മെച്യൂരിറ്റി എമൗണ്ടിന് 1010D പ്രകാരം നമുക്ക് എക്സംഷൻ കിട്ടും. പക്ഷെ പിന്നെ ഇത് കൂടുതലുള്ളവരാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല, എക്സംഷൻ കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഡിഫറൻസിനാണ് ശരിക്കും പറഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടത്. പക്ഷെ ഇൻകം ടാക്സ് പലപ്പോഴും പറയുന്നത് നിങ്ങൾ ഫുൾ ഈ 10, അതായത് ഈ 10% കൂടുതൽ നമ്മൾ അടക്കുന്ന പോളിസികൾ ഉണ്ടല്ലോ, ഇതിന്റെ മെച്യൂരിറ്റിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ 10% എക്സസ് വരുന്ന എമൗണ്ടിന്റെ ഇൻകം ടാക്സിൽ ടാക്സ് കൊടുക്കണം. പക്ഷെ ഇൻകം ടാക്സ് എപ്പോഴും പറയാറെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫുൾ എമൗണ്ടിനും ടാക്സ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അതിന്റെ ഒരു പ്രശ്നമാണ്. 1010ന്റെ എക്സംഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഈ സം ഇഷ്യൂർഡുമായിട്ട് കണക്റ്റഡ് ആണ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഖുഷ്ബു ഗുഡ് ഈവനിങ്. സാർ, ഈ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും ഈ റിച്ച് ആൻഡ് പുവർ ഡാഡ് ഒക്കെ വായിച്ചതിന് ശേഷം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഒക്കെ ഇങ്ങനെ കോമൺ ആയി വരുന്ന സമയത്ത് ഇപ്പൊ എല്ലാവരും കുറച്ച് കോൺഷ്യസ് ആയിട്ട് നോക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പോ ഇത് ഒരു സാധാരണ നിലയിൽ ജീവിക്കുന്ന സ്ത്രീകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഒരു ട്രെയിനറിന്? അത് ലൈല മാഡത്തോടൊക്കെ ചോദിക്കും. കാരണം അങ്ങനെ വല്ല കോഴ്സുമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ ഒരു കോഴ്സായിട്ട് നമുക്ക് നോക്കണമെങ്കിൽ നോക്കാം. അതാണ് വി ഷാൽ കം ബാക്ക് ടു ദാറ്റ്. താങ്ക് യു സോ മച്ച് ഖുഷ്ബു മാം. താങ്ക് യു. അല്ല, പൊതുവേ ഉള്ളതാണ്, നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും ഉള്ളതാണ്. ഞാൻ ഇതിന്റെ ഇടയിൽ തന്നെ നമ്മൾ എപ്പോഴും ഒരു ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്സ് നടത്താറുണ്ട്. അപ്പൊ അതില് ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞപ്പോ തന്നെ സ്ത്രീകൾ എന്റെ കയ്യിൽ എന്ത് വന്നിട്ടാണ് ഈ ഫിനാൻഷ്യൽ, എന്തെടുത്തിട്ട് മാനേജ് ചെയ്യാനാണ്, എന്ത് നിന്നിട്ടാണെന്നുള്ള ഒരു ചിന്ത. സോ നാച്ചുറലി ഇറ്റ് ഈസ് എ വെരി നീഡഡ് തിങ് നമുക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നോട്ടെ എന്നുള്ളതിൽ നമ്മളൊരു ഫിനാൻസ് കോച്ചിനെ തന്നെ കൊണ്ടുവന്നത്. താങ്ക് യു വെരി മച്ച് മാം ഫോർ ദിസ് ഇനിഷ്യേറ്റീവ്. രണ്ടാളോടും കൂടെയാണ്. താങ്ക് യു സോ മച്ച്. വേറെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ മാം? എനിക്കും ക്ലയൻസ് ഉണ്ടായിരുന്നു മാം, ഞാൻ പറഞ്ഞോട്ടെ. ദുബൈയിലാണ് ഹസ്ബൻഡ് പൈസ അയച്ചു തരുമെന്ന്,
മാസം വരുന്നതിന്റെ മുമ്പ് ഫുൾ എം ടി ആയിട്ടുണ്ടാവും. വീണ്ടും കടം വാങ്ങും അത്ര. പിന്നെ വീണ്ടും പൈസ വരും. അപ്പൊ ആ കടം തീർക്കലും ഇവിടെ ചെലവിനൊന്നും ഉണ്ടാവില്ല എന്ന്. അങ്ങനെ എനിക്കൊരു ക്ലയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഓർമ്മ ആയപ്പോ ഞാൻ പറഞ്ഞതാ. ഇതൊരു അതന്നെയാണ് ബ്ലോക്കാണ്. അതാണ് ഓക്കെ, മണി താങ്ക് യു. മണി വരുന്നുണ്ടോന്ന് വെച്ചാൽ യെസ്, പക്ഷെ അതെവിടെ പോയി എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. അതിനാണ് നമ്മൾ ഇത്രയും സമയം എടുത്തിട്ട് ഇത്രയും വലിയൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് എന്ന് ഒരുപാട് ടേക്ക് അവേ പോയിന്റ്സ് ഉണ്ടല്ലേ. നമുക്ക് എന്തൊക്കെയാ കിട്ടിയത്? ആരെങ്കിലും ഒരാൾ ഒരു ടേക്ക് അവേ പോയിന്റ് പറയോ? നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയ ഒരു പോയിന്റ് പറയോ? SIP. SIP. ഓക്കെ എഴുതി വെക്കൽ. ഓക്കെ, എഴുതി വെക്കല്ലേ. ഗുഡ് ഗുഡ്. എങ്ങനെയെങ്കിലായിട്ട് പിന്നെ ഈ എന്താ പറയാ, ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു അക്കൗണ്ടിലേക്ക്, ഒരു അക്കൗണ്ട് ഉണ്ട് അതുപോലെ, അതിലേക്ക് എന്തെങ്കിലും ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല ഒരു ഇത് വന്നു. യെസ് യെസ് യെസ്, ട്രൂ. എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടോ എന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഇവിടെ തൊട്ടടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവിടെ തൊട്ടടുത്ത വീട്ടുകാർ ആ വീട് ഇവർക്ക് റെന്റിന് കൊടുത്തിട്ട്, ആർക്ക്? ഈ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുണ്ടല്ലോ, അവരെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റാ. അവര് വീട് വാടക കൊടുത്തിട്ട് ഇവര് ഈ വീടിന്റെ ഓണർ വേറെ സ്ഥലത്ത് പോയിട്ട് വാടകക്ക് താമസിക്കാം. മനസ്സിലായോ? സ്വന്തം വീട് വാടക കൊടുത്തിട്ട് അവിടെ വാടക കുറവായിരിക്കും. അല്ല, ഞാനിത് ആലോചിച്ചു പടച്ചോനെ, ഇത്ര വലിയ വീടുണ്ടായിട്ട് ഇവരെന്തിനാ ഇത് വാടക കൊടുത്തിട്ട് വേറെ നാട്ടിൽ പോയിട്ട് വേറെ വീടെടുത്ത് വാടക? അപ്പൊ സംഭവം എന്താണെന്നറിയോ? ഇവിടെ ദേ ആർ ഗെറ്റിംഗ് മന്ത്ലി 40,000 rupees റെന്റ്. എന്നിട്ട് അവര് താമസിക്കുന്ന വീട്ടിന് 8,000 രൂപ. അതാണ് ഇന്റലിജൻസ്. അപ്പൊ എനിക്ക് തോന്നുന്നു ബൈജു സാറിന്റെ ക്ലാസ് എപ്പോഴെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ട്, അല്ല റിച്ചിനോട് അവർ നന്നായി വായിച്ചിട്ടുണ്ടാവും. വെരി ബ്രില്യന്റ് പീപ്പിൾ. നമ്മളെ നാട്ടിൽ ഒരാൾക്കും മനസ്സിലായിട്ടില്ല അവരെന്തിനാ സ്വന്തം വീട് വാടക കൊടുത്തിട്ട് വേറെ നാട്ടിൽ പോയിട്ട് വാടക താമസിക്കുന്നത്. അല്ല, ഞാൻ പണ്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്ത ഒരു ബോസ് ഉണ്ടായിരുന്നു. പുള്ളി എന്താ ചെയ്തെന്ന് വെച്ചാല്, പുള്ളി പിന്നെ ബാംഗ്ലൂരിലുള്ള ഒരു സ്ഥലത്ത് വാടകക്ക് വാങ്ങി. പുള്ളി വാടക കൊടുക്കുന്ന 1000 രൂപയാണ്. പുള്ളി വേറെ ആൾക്ക് തിരിച്ച് വാടക കൊടുക്കുന്ന 5000 രൂപ. അപ്പൊ പുള്ളിക്ക് 5000 രൂപ കിട്ടുന്നത്, പുള്ളി കൊടുക്കുന്നത് 1000 രൂപയാണ് വാടക. അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിശാലികളുണ്ട്. അവരാണ് ശരിക്കും ബിസിനസ്സുകാർ. അപ്പൊ നമ്മളെല്ലാവരും ഇതുപോലെയൊക്കെ ചിന്തിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. അതിന് പറ്റിയൊരു ക്ലാസ് ആണ് നമുക്ക് ഇന്ന് തന്നത്. ഇതിലെനിക്ക് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇൻഫ്ലേഷൻ ആണല്ലേ. ഇൻഫ്ലേഷനെ കുറിച്ചിട്ട് സാർ ഒരുപാട് കാര്യങ്ങൾ, മീൻസ് നമുക്ക് മനസ്സിലാകുന്ന ഇതുവരെ സത്യം പറഞ്ഞ ഇൻഫ്ലേഷൻ അതെന്താ സംഭവം? ആ ഗവൺമെന്റ് കുറെ പൈസ ഇറക്കുന്നു, നമുക്ക് കിട്ടുന്നില്ല എന്നാണോ? അല്ല, നമുക്ക് കുറെ പൈസ ഉണ്ട്, ഗവൺമെന്റ് എടുക്കുന്നില്ല, ഇതെന്താ സംഭവം? പക്ഷെ ഇത്ര സിമ്പിൾ ആയിട്ട് എന്താണ് ഇൻഫ്ലേഷൻ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നായിരിക്കും മനസ്സിലായത്. ദാറ്റ് ഇസ് വൺ ഓഫ് ദ അതർ ടേക്ക് അവേസ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഇന്നർ വേൾഡ് നന്നാക്കിയാൽ, ശരിയാക്കിയാൽ, നമ്മൾ എക്സ്റ്റേണൽ വേൾഡ്, നമ്മൾ കാണുന്ന ലോകവും അതിമനോഹരമാകും എന്ന് പറഞ്ഞ ആ ഒരു വേർഡ്, ബ്യൂട്ടിഫുൾ. ആൻഡ് വൺ മോർ തിങ്, ഒന്നും കൂടിയുണ്ട്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ്. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായതും ഇതിലേക്ക് നമ്മളെ സാറിനെ കൊണ്ടുവരാൻ പറ്റിയതും ഇതിലേക്ക് ഇത്രയും മനോഹരമായ ആൾക്കാർ വന്നതും നമുക്കിങ്ങനെ ഒരു സെഷൻ കേൾക്കാൻ പറ്റിയതും ഒക്കെ ഇറ്റ്സ് ബിക്കോസ് വി വെർ ഇൻവെസ്റ്റിംഗ് ഇൻ അവർ സെൽഫ് ടു. അതുകൊണ്ട് ഇത് പറഞ്ഞു തരണമെങ്കിൽ തന്നെ വി ഹാവ് ടു ഫസ്റ്റ് ഇൻവെസ്റ്റ് അവർ സെൽഫ്. എന്നിട്ട് അത് മനസ്സിലാക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുക. ഇത് എങ്ങനെ എത്തിച്ചു കൊടുക്കണമെന്ന് മനസ്സിലാക്കാറുണ്ട്. സോ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇറ്റ്സ് വെരി 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 ട്രൂ. അപ്പൊ ഇത്ര അതിമനോഹരമായ ഒരു ക്ലാസ്. വേറൊരു കാര്യം എന്താണെന്ന് പറയാം മാഡം, എനിക്ക് തോന്നുന്നത് ഇതിലധികം എനിക്ക് തോന്നുന്നു ലേഡീസ് ആണെന്ന് തോന്നുന്നു. ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോൾ പറയാറുണ്ട്, ഈ ആണുങ്ങൾ നന്നായാൽ ഒരാളെ നന്നാവും, ലേഡീസ് നന്നായാലും ഒരു കുടുംബമാണ് നന്നാവുന്നത്. അപ്പൊ അതിലൊരുപാട് സന്തോഷം. കാരണം ഇത്രയും കാര്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് കൊണ്ട് ഞാൻ ഒരാളെയല്ല നന്നാക്കുന്നത്, ഒരു കുടുംബത്തെയാണ് നന്നാക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്നുള്ളത്. ആണുങ്ങളോട് പറയുമ്പോൾ ആണുങ്ങൾ മാത്രമേ നന്നാവുന്നുള്ളൂ. ഓക്കെ, ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി ഒരു കുടുംബം നന്നായാൽ ഒരു സൊസൈറ്റി നന്നാവുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ സമൂഹം നന്നാവുള്ളൂ. അതെ, ശരിയാണ്. വെരി ട്രൂ.
അപ്പൊ ഇനി ആർക്കെങ്കിലും ഗോൾ സെറ്റിംഗ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അസ് കേട്ടോ. റെട്ടോറിയ എജു ഹബ് ഇസ് ഓൾവേസ് ദെയർ ഫോർ യു. അപ്പൊ ഇത്രയും അതിമനോഹരമായ സെഷൻ ഇത്ര സിമ്പിൾ ആയിട്ടും ഇത്രയും സമയം എടുത്ത് ഇത്രയും ഹമ്പിൾ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്താണ് നമ്മളെ സാർ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ബിഗ് താങ്ക് യു പറയാം. താങ്ക് യു സോ മച്ച് ബൈജു സർ. നിങ്ങൾ എല്ലാവരും ഇത്ര രാത്രിയായിട്ടും ഇവിടെ ഇരിക്കാൻ കാണിച്ച ഈ ക്ഷമയും ഇത് മനസ്സിലാക്കാൻ കാണിച്ച ആ ഒരു 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 ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിൽ. ഇതെന്താ ചെയ്യുക, ഈ SIP എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, ഒന്നുകൂടി പറഞ്ഞേ, ഈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വി ഫീൽ ലൈക്ക് യെസ് വി ഹാവ് ടു കം അപ്പ് more and more. Thank you so much, dears. Thank you everyone for joining this session. Thank you so much, sir, from the bottom of our heart. Thank you. അങ്ങനെ ഒരു ചാൻസ് തന്നതിൽ ഒരുപാട് സന്തോഷം. Thank you so much, sir. So നമുക്കിത് മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. Bye bye. Thank you. Thank you. Thank you, ma'am.